അപ്പം നമ്മൾ ഇന്നലെ നോക്കിയായിരുന്നോ സിദ്ധാർത്ഥ? ഇന്നലത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയായിരുന്നോ? ചെറുതായിട്ട് നോക്കിയായിരുന്നു. ഓക്കെ. അപ്പൊ നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തി തരുന്നത് എന്തായിരിക്കുന്ന പിക്സൽ മോഡലും വെക്റ്റർ മോഡലും ആണ് നമ്മൾ ഇന്നലെ റെപ്രസെന്റേഷൻ ഓഫ് എ ഡിജിറ്റൽ ഇമേജ് നമ്മൾ അവിടെയാണ് പറഞ്ഞു നിർത്തിയത് അല്ലേ? ഇനി നമുക്കുള്ളത് ടൈപ്സ് ഓഫ് ഇമേജസ് ആണ് ഉള്ളത്. നമുക്കറിയാം പലതരത്തിലുള്ള ഇമേജസ് ഉണ്ട്. നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ 1 ഡയമെൻഷൻ ഉണ്ട്, 2 ഡയമെൻഷൻ ഉണ്ട്, 3 ഡയമെൻഷൻ ഉണ്ട് ഇമേജസ് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ അതിനെ ഒരു എങ്ങനെയായിരിക്കും നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് വരുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഇമേജ് ക്യാൻ ബി പെർഫോംഡ് ഓൺ ദ പ്രോസസ് ഓഫ് വേരിയസ് ക്രൈറ്റീരിയ. അതിനകത്ത് നമ്മൾ ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആട്രിബ്യൂട്ട്സ്, കളർ, ഡയമെൻഷൻ ആൻഡ് ഡേറ്റ ടൈപ്സ്, ഇതാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ ഇന്നലെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയതാണ് ഏതൊക്കെ വെച്ചിട്ടായിരിക്കും എന്ന് അതിന്റെ ഇടയ്ക്കൊന്ന് വന്നായിരുന്നു. അപ്പൊ അതിനകത്ത് വരുന്നതെന്ന് ചോദിച്ചാൽ മെയിൻ ആയിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ആട്രിബ്യൂട്ട്സ്, കളേഴ്സ്, ഡയമെൻഷൻസ്, ഡേറ്റ ടൈപ്സ്. അപ്പം നമ്മൾ പറഞ്ഞല്ലേ എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ഇങ്ങനത്തെ കുറച്ചുള്ള കുറെ കീ പോയിന്റ്സുകൾ നമ്മൾ അവിടെ എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും മാർക്ക് കിട്ടും. അപ്പൊ അതിനകത്ത് മെയിൻ ആയിട്ട് നമ്മൾ ചോദിക്കുമ്പോൾ ആണ് ടൈപ്സ് ഓഫ് ഇമേജസ് എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് ആൻ ഇമേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമ്മൾ ഇതെല്ലാം കൂടെ കൂട്ടി വേണം നമ്മൾ എഴുതാൻ. അപ്പൊ അതിൻ്റെ കാര്യം തന്നെ ആട്രിബ്യൂട്ട്സ് വരുന്നുണ്ട്, കളർ വരുന്നുണ്ട്, ഡയമെൻഷൻ വരുന്നുണ്ട്, ഡേറ്റ ടൈപ്സ് വരുന്നുണ്ട്. അപ്പം അതിനകത്ത് നമ്മൾ പറയുകയാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഇമേജ് ഓൺ ദ ബേസിസ് ഓഫ് ആട്രിബ്യൂട്ട്സ്. ആട്രിബ്യൂട്ട്സിന്റെ ബേസിൽ നമ്മൾ വീണ്ടും രണ്ടായിട്ടാണ് നമ്മൾ തരംതിരിക്കുന്നത്. അതായത് വെക്റ്റർ ഗ്രാഫിക്സ് ആൻഡ് റാസ്റ്റർ ഗ്രാഫിക്. വെക്റ്റർ ഗ്രാഫിക് യൂസസ് എ ഗ്രാഫിക് പ്രിമിറ്റീവ്സ്, അതായത് പോയിന്റ്, ലൈന്, സർക്കിൾ, എലിപ്സ് എക്സെട്ര ഇങ്ങനത്തെ കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കും നമ്മൾ അതിനെ ഡിസ്ക്രൈബ് ചെയ്യുക. അതിനാണ് വെക്റ്റർ ഗ്രാഫിക് എന്ന് പറയുന്നത്. ഇനി റാസ്റ്റർ ഗ്രാഫിക് അതാ പിക്സൽ ബേസ്ഡ് ആണ്. അത് ഓരോന്നിന്റെ ആ ഡിഫറൻസ് വെച്ചാൽ പിക്സൽ ബേസ്ഡ് and hence their quality is depend on the number of the pixels. So operations such as enlarging or blowing up of a raster image often result in a quality reduction. നമ്മളിപ്പോ അറിയാം, നമുക്ക് നമ്മുടെ ഫോണിലൊക്കെ ആണെങ്കിലും നമ്മളറിയാം ഒരു നോർമൽ ആയിട്ടുള്ള ഒരു പിക്ചറിനെ നമ്മൾ എൻലാർജ് ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ ക്വാളിറ്റി ഒക്കെ നഷ്ടപ്പെടും. അപ്പൊ അത് തന്നെയാണ് ബ്രാൻഡിന്റെ ആട്രിബ്യൂട്ട്സിന്റെ ഒരു കേസിൽ വരുന്നത്. ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇമേജ് ഓൺ ദ ബേസിസ് ഓഫ് ദ കളറിന്റെ ബേസിൽ എങ്ങനെ ഇത് ചെയ്യുന്നതാണ്. On the basis of the color, the image can be classified as 2 categories ആണ്. Monochrome images and grayscale images, binary images. അതിന്റെ മോണോക്രോം ഇമേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആർ ദ ഇമേജസ് വേർ ദ കളർ കമ്പോണന്റ് ഈസ് ആബ്സെന്റ്. മോണോക്രോമിന്റെ അതിനകത്ത് കളർ കമ്പോണന്റ് ആബ്സെന്റ് ആയിരിക്കും. ദേ ആർ ഫർദർ ക്ലാസിഫൈഡ് ആസ് എ ഗ്രേ സ്കെയിൽ ആൻഡ് ബൈനറി ഇമേജസ്. കളർ കമ്പോണന്റ് ആബ്സെന്റ് ആയതുകൊണ്ട് അവിടെ നമ്മൾ നോക്കുന്നത് ഒന്നെങ്കിൽ അതിന്റെ ഗ്രേ സ്കെയിൽസോ അല്ലെങ്കിൽ ബൈനറി ഇമേജസും നോക്കുന്നത്. ഗ്രേ സ്കെയിൽ ഇമേജസ് എന്ന് പറഞ്ഞാൽ ദ ടേം ഗ്രേ സ്കെയിൽ refers to the range of shades between white and black or a vice versa. Such images have many shades of gray and 8 bits 2 raised to 8 equal to 250s are enough to represent the grayscale because the human vision system cannot distinguish more than 32 different gray levels. അതായത് ഇതിനകത്ത് 32 ആയിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ഗ്രേ ലെവൽസ് ഉണ്ട്. അപ്പൊ അതനുസരിച്ചായിരിക്കും ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ മോസ്റ്റ് ഓഫ് ദ അതായത് ഇതിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്റേസ്, CT ഇമേജസ്, MRIs, അൾട്രാസൗണ്ട്, അപ്പൊ അങ്ങനത്തെയൊക്കെ ഒരു ഇതിൽ വരുമ്പോഴാണ് നമ്മൾ ഗ്രേ സ്കെയിൽ ഇമേജ്. നമുക്കറിയാം അതിന്റെ എക്സ്റേ ഒക്കെ എടുത്ത് നോക്കണം, നമുക്കറിയാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. അപ്പൊ അതിന്റെ ബാക്ക്ഗ്രൗണ്ടും സംഭവങ്ങളും ഒക്കെ നമുക്കറിയാം. അപ്പൊ അതിൻ്റെ അകത്ത് വരുന്നതാണ് ഗ്രേ സ്കെയിൽ ഇമേജസ് എന്ന് പറയുന്നത്. ഇനി ബൈനറി ഇമേജസ് are just a special case of grayscale images where the process of thresholding is applied. They are actually BI level image where the pixel assumes the values 0 to 1. അപ്പൊ ഇതിന്റെ അകത്ത് വരുന്നതെന്ന് വെച്ചാൽ നമുക്കറിയാം ബൈനറി ഇമേജസിന് എപ്പോഴും അതിന്റെ വാല്യൂസ് അസൈൻ ചെയ്യുന്നത് 0യും 1ഉം ആയിട്ടായിരിക്കും. only 1 bit is sufficient to represent the pixel values. The thresholding process involves the comparison of the threshold values, the pixel values compared with the threshold values. The pixel values of the grayscale images is greater than the threshold values. അപ്പൊ നമുക്കറിയാം ഇതിന്റെ കേസിൽ നമ്മൾ ബൈനറി ഇമേജസിൽ നമ്മൾ രണ്ടെണ്ണത്തിന്റെ ബേസിൽ 0 and 1 മാത്രമേ നമ്മൾ നോക്കുള്ളൂ. അടുത്തെന്ന് പറഞ്ഞാൽ ട്രൂ കളർ ഓർ എ ഫുൾ കളർ.
full color. Images are the images where the pixel has a color that is obtained by mixing the primary colors. നമുക്കറിയാം, നമ്മൾ ഇന്നലെ പഠിപ്പിച്ചു RGB ഇതൊക്കെയാണ്, റെഡ്, ഗ്രീന്, ബ്ലൂ ആണ് വരുന്നത്. അപ്പൊ അതിന്റെ ഒരു മിക്സിംഗ് ആണ് ഇവിടെ. ഈച്ച് കളർ കമ്പോണന്റ് ഈസ് റെപ്രസെന്റ് ലൈക്ക് എ ഗ്രേ സ്കെയിൽ ഇമേജ് യൂസിങ് എ 8 ബിറ്റ് വെച്ചിട്ടായിരിക്കും നമ്മൾ അതിന്റെ അകത്ത് ആ കളർ കമ്പോണന്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. മോസ്റ്റ്ലി ട്രൂ കളർ ഇമേജ് യൂസിങ് 24 ബിറ്റ്സ് to represent all in the color. Hence, true color image can be considered as a 3-band images. Number of colors are in a 3-band ആയിട്ടായിരിക്കും വരുന്നത്. അതിന്റെ ഒരു ഇതാണ് 256 raised 3. അത് എങ്ങനെയായിരിക്കും വരുന്നത്, അതിന്റെ ഒരു കാൽക്കുലേഷൻസ് ആണ് പിടിച്ചിരിക്കുന്നത്. ഇനി അതിന് ട്രൂ കളർ ഇമേജ് എന്ന് പറയുമ്പോൾ കളർ ഇമേജ് സ്ക്രീന് നമ്മൾ പറഞ്ഞു 3 ഇതാണ് റെഡ്, ബ്ലൂ, ഗ്രീന്. അപ്പൊ അതിന്റെ ഒരു ഡാർക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ വരുന്നിരിക്കുന്നത്. ദ ട്രൂ കളർ ഇമേജ് ക്യാരീസ് ദ ഫുൾ റേഞ്ച് ഓഫ് അവൈലബിൾ കളേഴ്സ് ഇൻ ദ themselves. അതിനകത്ത് ഒരു ഫുൾ ആയിട്ട് എല്ലാ കളേഴ്സും അങ്ങനെ വരുന്നത്. അതാണ് അതിന്റെ ട്രൂ കളർ എന്ന് പറഞ്ഞാൽ. ഇനി സൂഡോ കളർ ഇമേജസ് ആർ ഇൻ ഫാക്ട് false color images. Their color component is manipulated artificially based on the interpretation of the data. Like a true color image, pseudo color images are used widely in a image processing. അപ്പൊ നമുക്കറിയാം ഈ സൂഡോ കളർ ഇമേജസ് നമ്മൾ മെയിൻ ആയിട്ടും യൂസ് ചെയ്യുന്നത്. നമ്മളോട് അത് ചോദിക്കാവുന്നതാണ്. സൂഡോ കളർ ഇമേജസ് എന്നുള്ളൊരു സംഭവം ഞാനത് പറഞ്ഞു തരാം. സൂഡോ കളർ എന്നുള്ളത്, സൂഡോ കളർ ഇമേജ് എന്ന് പറഞ്ഞാൽ ഫോൾസ് കളർ ആയിരിക്കും. അതായത് നമുക്ക് ഒരു തെറ്റായിരിക്കും. ഇമേജ് പ്രോസസിംഗ് കൺസിസ്റ്റിംഗ് ഓഫ് അസൈനിങ് കളേഴ്സ് ടു എ ഗ്രേ വാല്യൂസ് ബേസ്ഡ് ഓൺ ദ സ്പെഷ്യൽ ക്രൈറ്റീരിയ. ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ക്രൈറ്റീരിയ വെച്ചിട്ട് നമ്മളൊരു ഇമേജ് പ്രോസസിംഗിന്റെ കേസിൽ നമ്മളൊരു വാല്യൂസ് അസൈൻ ചെയ്ത് കൊടുക്കുന്നതിനാണ് നമുക്ക് സ്യൂഡോ കളർ എന്ന് പറയുന്നത്. അതായത് റെഡ്, ഗ്രീന്, ബ്ലൂ അതിലേതെങ്കിലും ഒന്നായിരിക്കും. ശരിക്കും പറയുന്നത് ഒരു ഫോൾസ് കളർ, ഒരു തെറ്റായ ഒരു കളർ ആയിരിക്കും. പക്ഷെ നമ്മൾ ഇതിനകത്ത് നമ്മളങ്ങനെ അസൈൻ ചെയ്ത് നമുക്ക് ഇതെല്ലാം നമ്മൾ തൽക്കാലത്തേക്ക് അസൈൻ ചെയ്ത് കൊടുക്കുകയാണ് ഇതിനകത്ത്. അതിനാണ് സൂഡോ കളർ ഇമേജസ് എന്ന് പറയുന്നത്. ഇനി അതിന്റെ ഒരു ഇതൊക്കെയാണ്. പിന്നെ അടുത്ത വന്ന ഇമേജ് ക്ലാസിഫിക്കേഷൻ. നമ്മൾ പറഞ്ഞ ഇമേജിനെ ഏതൊക്കെ രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നതെന്ന് പറയാമോ? നമ്മൾ മുമ്പേ പറഞ്ഞതാണ് ഏതൊക്കെ രീതിയിലായിരിക്കും ക്ലാസിഫൈ ചെയ്യുന്നത്. സിദ്ധാർത്ഥ് ഒന്ന് പറയാമോ? ഇമേജിനെ ഏതൊക്കെ രീതിയിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു ഇമേജ് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയണം എന്നുള്ളതാണ്. സിദ്ധാർത്ഥ ഇന്നലെയും ക്ലാസ്സിൽ ഒന്ന് കേട്ടതല്ലേ, ഒന്ന് പെട്ടെന്ന് പറയാൻ പറ്റുമോ? ഒരു 4 കാര്യത്തിന്റെ ബേസിലായിരുന്നു ഇമേജിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. പറയാമോ? നമ്മൾ 4 രീതിയിൽ എന്ന് പറഞ്ഞ ഏതായിരുന്നു? ആട്രിബ്യൂട്ട്സ് ഓർക്കുന്നുണ്ടോ? കളറാ അങ്ങനത്തെ 4 ഇതിന്റെ കേസിലാണ്. ഇനി അടുത്തത് ഇമേജ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതായത് ഒരു നമുക്കറിയാം ഒരു ഇമേജ് ഒരു ഇമേജിന്റെ ആണെങ്കിൽ അതിന്റെ ഒരു ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഓരോന്നും കാണാം. അപ്പൊ അത് ഏതൊക്കെ ആയിരിക്കും എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ പറയുന്നത് ഇറ്റ് ഈസ് നെസസറി ടു അസൈൻ ഇറ്റ്സ് ക്വാളിറ്റി ആൻഡ് ദ അസൈൻമെന്റ് റിക്വയർസ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഇമേജസ്. സം ഓഫ് ദ എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഇമേജസ് ആർ ഏതൊക്കെയാണെന്നുള്ളതാണ് ഇന്റൻസിറ്റി, കോൺട്രാസ്റ്റ്, ബ്രൈറ്റ്നെസ്, നോയിസ് ആൻഡ് റെസൊല്യൂഷൻ. വി വിൽ ഡിസ്കസ് ദം വൺ ബൈ വൺ ആണ്. ഇതിനകത്ത് മെയിൻ ആയിട്ട് ക്യാരക്ടറിസ്റ്റിക്സിനകത്ത് വന്നിരിക്കുന്നത് ഈ ഒരു 5 പോയിന്റ് ഓർത്തിരിക്കേണ്ടതാണ്. ഏതായിരിക്കും ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ? ഇന്റൻസിറ്റി, കോൺട്രാസ്റ്റ്, ബ്രൈറ്റ്നെസ്, നോയിസ്, റെസൊല്യൂഷൻ. Intensity, the term intensity refers to the amount of light or the numerical values of the പിക്സൽസ്. അപ്പൊ അതിനകത്ത് വരുന്ന ലൈറ്റ് അല്ലെങ്കിൽ അതിന്റെ ന്യൂമറിക്കൽ വാല്യൂ, ആ ഓരോ പിക്സൽസിന്റെ ന്യൂമറിക്കൽ വാല്യൂസ്. ഇറ്റ് ഈസ് മെഷേർഡ് ഓഫ് എനർജി ഓഫ് എ വിച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ഓഫ് ദ സ്ക്വയർ ഓഫ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ സിഗ്നൽസ്. അപ്പൊ നമുക്കറിയാം അതിന്റെ ഇന്റൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒരു ഇമേജസ് എങ്ങനെയായിരിക്കും ഫോം ചെയ്യുന്നത്. കുറച്ച് ലൈറ്റ്സോ ഇങ്ങനത്തെ എന്തെങ്കിലും ആയിരിക്കും ഇങ്ങനെ ഒരു പൊസിഷനിലേക്ക് അടിച്ചു കഴിയുമ്പോൾ അവിടുന്ന് റിഫ്ലക്ട് ചെയ്തിട്ടാണ് നമുക്കൊരു ഇമേജസ് കിട്ടുന്നത്. അപ്പൊ ഒന്നെങ്കിൽ ആ ഒരു ടേം ഇന്റൻസിറ്റി റിഫേഴ്സ് ടു ദ എമൗണ്ട് ഓഫ് light or the numerical values of the pixels. ഇനി അടുത്ത കോൺട്രാസ്റ്റ്. The term contrast of an image relate to the recording of the difference in the magnitude of the intensity at the surface of an ഒബ്ജക്റ്റ്. അതിന്റെ ഒരു ഡിഫറൻസ് റെക്കോർഡ് ചെയ്യണം. അതിന്റെ ഡിഫറൻസ് ഏതൊക്കെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഇന്റൻസിറ്റി ആ ഒരു സർഫസിലെ ഒബ്ജക്റ്റിന്റെ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യും. ദർ ആർ മെനി വേസ് ഇൻ വിച്ച് കോൺട്രാസ്റ്റ് ക്യാൻ ബി മെഷേർഡ്. ഇറ്റ് ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ്. എങ്ങനെയായിരിക്കും അതിനെ കോൺട്രാസ്റ്റ് മെഷർ ചെയ്യുന്നതെന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എ പ്രോഡക്റ്റ് ഓഫ് സെൻസർ സിഗ്നൽ കോൺട്രാസ്റ്റ് ആൻഡ് ഡിറ്റക്ടർ കോൺട്രാസ്റ്റ്
ഇങ്ങനത്തെ രീതിയിൽ അതിന്റെ ഓരോന്നും പറയാം. ഡിസ് ഡിപ്പെൻഡ് ഓൺ ദ ആ ഒരു പ്രോസസ്സ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് അതിന്റെ ഒരു ഇക്വേഷൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ അതേപടി പഠിക്കാന്ന് മാത്രമേ ഉള്ളൂ. മെഷർ ഓഫ് കോൺട്രാസ്റ്റ് സി ഇൻവോൾവ്സ് ഇന്റൻസിറ്റി ഓഫ് എ ഫോർഗ്രൗണ്ട് ഐ ഒബ്ജക്ട് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് ഒബ്ജക്ട്. ദാറ്റ് ഈസ് അത് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആ ഇക്വേഷൻസ് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അതിനകത്ത് ആ ഇക്വേഷൻ പഠിക്കാന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ബ്രൈറ്റ്നെസ്, നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഫോണൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ബ്രൈറ്റ്നെസ് എങ്ങനെയായിരിക്കും, നിങ്ങൾ ബ്രൈറ്റ്നെസ് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലേ. അതിൽ തന്നെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. ഇറ്റ് റിഫേഴ്സ് ടു ദ ആവറേജ് പിക്സൽ ഇന്റൻസിറ്റി ഓഫ് ആൻ ഇമേജ്. അപ്പൊ ബ്രൈറ്റ്നെസ് കൂട്ടുക ബ്രൈറ്റ്നെസ് കുറയ്ക്കുക എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ബ്രൈറ്റ്നെസ് കൂട്ടുന്നതനുസരിച്ച് നമ്മുടെ കണ്ണിന് നന്നായിട്ട് ഇതാകുന്ന രീതിയിലേക്ക് കാണാൻ പറ്റുന്ന രീതിയിലേക്ക് ബ്രൈറ്റ്നെസ് ആക്കുന്നതാണ്. അതായത് നമുക്ക് ഏതെങ്കിലും ഒരു പിക്ചറിന് ഒരു ബ്രൈറ്റ്നെസ് കുറവാണ്, അപ്പൊ നമുക്കത് വ്യൂ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്കറിയാം, നമ്മൾ കമ്പ്യൂട്ടറിലൊക്കെ ഇട്ട് നമ്മൾ ഫോട്ടോഷോപ്പിലൊക്കെ ഇട്ട് നമ്മൾ അതിനെ ഇച്ചിരി കളറൊക്കെ അടിച്ചു കൊടുക്കുന്ന രീതിയിൽ വരുന്നത്. സിമിലർ ടു ദ കോൺട്രാസ്റ്റ് ഇമേജ് ഷുഡ് ബി റീസൺലി ബ്രൈറ്റ് ടു ഷോ ഓൾ ദ ഇൻഫർമേഷൻ ടു ദ വ്യൂവർ. അതിനകത്ത് വേറെ ഒന്നുമില്ല, നമുക്ക് വ്യൂ ചെയ്യുന്ന രീതിയിൽ ഓൾ ദ ഇൻഫർമേഷന് എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ ഒന്ന് ബ്രൈറ്റ്നെസ് ആക്കി കൊടുക്കുന്നതിനാണ് ഇത് പറയുന്നത്. പിന്നെ നോയിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, നോയിസ് ഈസ് എ അൺവാണ്ടഡ് ഡിസ്റ്റർബൻസ് ദാറ്റ് കോസ് ദ ഫ്ലക്ച്വേഷൻ ഇൻ ദ പിക്സൽ വാല്യൂസ്. ചില ഇതിന്റെ കേസിലൊക്കെ ആണെങ്കിൽ നമുക്കറിയാം ചില നോയിസ് ഒക്കെ വരുമ്പോഴത്തേനും നമുക്കൊരു ഒരു ഡിസ്ട്രാക്ഷൻ വരും. അപ്പൊ അതിനെയൊക്കെ അൺവാണ്ടഡ് ആയിട്ടുള്ള ഡിസ്റ്റർബൻസിനെയൊക്കെ നമ്മൾ അവിടുന്ന് റിമൂവ് ചെയ്ത് കളയണം. അതിന്റെ ആ കേസിന് ഇറ്റ് ഈസ് എ റാൻഡം ഓർ എ സ്ട്രഗറ്റീവ് പ്രോസസ് ആൻഡ് ഹെൻസ് ഇറ്റ്സ് ട്രൂ വാല്യൂ കനോട്ട് ബി പ്രെഡിക്റ്റഡ് അക്യുറേറ്റ്ലി. അപ്പൊ ആ ഒരു കേസാണ് അതിൻ്റെ അകത്ത് വരുന്നത്. പിന്നെ റെസൊല്യൂഷൻ refers to the number of pixels in an image. The resolution is sometimes identified by the width and height of the image as well as the total number of pixels in the image. അതൊന്ന് നോക്കി വെച്ചാൽ അതിന്റെ ഒരു ഇക്വേഷൻസ് വരുന്നുണ്ട്. അപ്പൊ അവിടെ നിന്ന് റെസൊല്യൂഷൻ refers to the number of pixels in an image. Resolution is sometimes identified by the width and height of the image as well as the total number of pixels in there. For example, an image that is 2048 pixels wide and 1536 പിക്സൽ ഹൈറ്റ് ആണെങ്കിൽ അതിനെ രണ്ടിനെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും അതിന്റെ വാല്യൂസ് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇമേജ് റെസൊല്യൂഷൻ, വീണ്ടും അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ് ചെയ്യുന്നത്. ഇമേജ് റെസൊല്യൂഷൻ എന്തായിരിക്കും എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാനത് വീണ്ടും അതിനകത്ത് റെപ്പറ്റേഷന് വേണ്ടി പോകുന്നില്ല. പിന്നെ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇമേജ് റെസൊല്യൂഷനെ രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇമേജ് റെസൊല്യൂഷൻ ഈസ് ക്ലാസിഫൈഡ് ആസ് എ സ്പാഷ്യൽ റെസൊല്യൂഷൻ ആൻഡ് ഇന്റൻസിറ്റി. അപ്പൊ നമ്മളിത് രണ്ട് സ്പാഷ്യൽ റെസൊല്യൂഷൻ റിലേറ്റ്സ് ടു ദ കോൺസെൻട്രേഷൻ ഓഫ് ദ പിക്സൽസ് ഇൻ ദ ക്രിയേഷൻ ഓഫ് എ ഡിജിറ്റൽ ഇമേജസ്. അതിനകത്ത് സ്പാഷ്യൽ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, റിലേറ്റ്സ് ദ concentration of the pixels in the creation of a digital image, and the intensity resolution of the image relate to the blurriness or the sharpness of the image depending on the intensity of solutions. Intensity resolution deals with the intensity of the resolution, that is the number of pixels per inch, which determine the clarity of a sharpness of an image. ഇന്റൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു സ്ക്വയർ ഇഞ്ചിൽ എത്ര പിക്സൽസ് ഉണ്ട്, അപ്പൊ അത് അതിന്റെ ക്ലാരിറ്റി അല്ലെങ്കിൽ ഷാർപ്നെസ്. നമുക്കറിയാം ഒരു ഇമേജ് ആണെങ്കിൽ അതിനകത്ത് എത്രത്തോളം പിക്സൽസ് വരുന്നോ അതനുസരിച്ച് അതിന്റെ ക്ലാരിറ്റി കൂടും എന്ന് നമുക്കറിയാം. അപ്പൊ ആ ഒരു ഇതിലാണ് അതിനകത്ത് നമ്പർ ഓഫ് പിക്സൽസ് ഒരു സ്ക്വയർ ഇഞ്ചിൽ എത്രയുണ്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിന്റെ ക്ലാരിറ്റി. ഈ സ്പാഷ്യൽ റെസൊല്യൂഷൻ ഇൻ ജനറൽ ഈസ് ഡിഫൈൻഡ് ആസ് ദ നമ്പർ ഓഫ് പിക്സൽസ് per inch of an image. The term deals with the number of pixels, pixel density and a condensation level. Thus depend on the sampling and a quantization process. നമ്മൾ ഇന്നലെ പഠിച്ചാണ് സാമ്പിളിംഗ് ആൻഡ് ക്വാണ്ടിസേഷൻ. സാമ്പിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ എന്താ പറയുന്നത് കൂടുതൽ ഇതിലേക്ക് ക്വാണ്ടിസേഷൻ അതിനൊക്കെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇതിലേക്ക് നമ്മൾ മാറ്റുന്ന ഒരു കേസാണ്. അത് ഇന്നലെ നമ്മൾ പറഞ്ഞാണ്. സ്പാഷ്യൽ റെസൊല്യൂഷൻ ഈസ് ദ നമ്പർ ഓഫ് പിക്സൽസ് യൂസ്ഡ് ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് ആൻ ഡിജിറ്റൽ ഇമേജ്. ഇതിനകത്ത് വേറെ ഒന്നുകൂടെ വരുന്നത് സ്പാഷ്യൽ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ നമ്പർ ഓഫ് പിക്സൽസ് യൂസ്ഡ് ഫോർ ദ
എന്തിനു വേണ്ടിയായിരിക്കും? കൺസ്ട്രക്ഷൻ ഓഫ് ആൻ ഡിജിറ്റൽ ഇമേജ്. ഒരു ഡിജിറ്റൽ ഇമേജിനെ കൺസ്ട്രക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതിനാണ് സ്പാർഷ്യൽ. If we have to compare two images to see which one is more clear or which more spatial resolution, we need to bring the two images to the same. Since spatial resolution is the measure the clarity of an image. ഇതെല്ലാം മെയിൻ ആയിട്ട് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ക്ലാരിറ്റിക്ക് വേണ്ടിയാണ്. So far the different devices, different measures has been made to measure it. For example, dot per inch. ഇത് നമ്മൾ ഇതിലേക്ക് നമുക്കറിയാം പല പല പ്രിന്റേഴ്സ് ഉണ്ട്. ഈ പ്രിന്റേഴ്സിനകത്തൊക്കെ നമുക്ക് ഇതിന്റെ ഓരോ പ്രിന്ററിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമുക്ക് അതിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളൊരു ഇമേജസ് ചെയ്തു കഴിഞ്ഞാൽ ഇമേജസ് എന്നാ പറയുന്നത് ഡിജിറ്റൽ ഇമേജ് എടുത്ത് കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൽ നിന്ന് നമുക്കത് പ്രിന്റ് ആക്കി എടുത്തു വയ്ക്കും. നമ്മൾ അതിനകത്ത് മാക്സിമം ക്വാളിറ്റി എല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഡിവൈസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും വീണ്ടും നമുക്ക് അതിന്റെ ഔട്ട്പുട്ടിന്റെ ഒരു ക്ലാരിറ്റി എന്ന് പറയുന്നത്. For example, dot per inch DPI is used in printers, line per inch LPI used in laser printers, pixel PPI is different devices such as tables and mobile printer. The higher is the PPI, the higher is the quality. Hello? Do? കേൾക്കുന്നില്ലേ? ബാക്കി ശ്രുതി കേൾക്കാവോ? ശ്രുതിക്ക് കേൾക്കാവോ? എനിക്കിവിടെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. വേറെ ഏഞ്ചൽ കേൾക്കാവോ? സിദ്ധാർത്ഥ ഒന്ന് ക്ലോസ് ചെയ്ത് ഇറങ്ങിയിട്ട് ഒന്നുകൂടി നോക്കിക്കേ. സിദ്ധാർത്ഥ ഒന്ന് ലെഫ്റ്റ് ചെയ്ത് ഇറങ്ങിയിട്ട് ഒന്നുകൂടി ഒന്ന് കയറി നോക്കിക്കേ. കാരണം ഇന്നലെ എനിക്കും ഇങ്ങനത്തെ ചെറിയ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഒന്ന് ലെഫ്റ്റ് ചെയ്ത് ഇറങ്ങി കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ജോയിൻ ചെയ്തപ്പോ എനിക്ക് കിട്ടി. ഓക്കെ, അപ്പം ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഒരു സ്പാഷ്യൽ റെസൊല്യൂഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഏതെങ്കിലും ഒരു ഇമേജസ് നമ്മൾ എടുക്കുന്നത് അത് ഡിജിറ്റൽ ഇമേജ് നമ്മൾ കമ്പ്യൂട്ടറിൽ എടുത്തെങ്കിൽ പോലും നമ്മൾ എടുക്കുന്ന പ്രിന്ററിനെ ബേസ് ചെയ്തിരിക്കും നമുക്ക് ഔട്ട്പുട്ടിന്റെ വീണ്ടും ഒരു ഔട്ട്പുട്ടിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഇത് ഡോട്ട് പെർ ഇഞ്ചും നമ്മൾ സാധാരണ പ്രിന്ററും അങ്ങനത്തെ ഇതിൽ വരുന്നത്. അപ്പൊ ആ ഒരു കേസാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഫോർ ബീസ് പൈതഗൺസ് തിയറംസ് ടു കാൽക്കുലേറ്റ് ദ ഡയഗണൽ റെസൊല്യൂഷൻ ഇൻ എ പിക്സൽസ്. അത് നിങ്ങൾക്ക് അറിയാമല്ലോ. പൈതഗോറസ് തിയറംസ് എന്തായിരിക്കും ഞാൻ പറഞ്ഞു തരേണ്ടത്. സി ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഞാനത് പറയുന്നില്ല. അപ്പൊ ആ ഒരു ഇതാണ് വേർ എ ആൻഡ് ബി ആർ ദ ഹൈറ്റ് ആൻഡ് വിഡ്ത്ത് റെസൊല്യൂഷൻ ഇൻ എ പിക്സൽ ആൻഡ് സി ഇസ് ദ ഡയഗണൽ റെസൊല്യൂഷൻ ഇൻ എ പിക്സൽസ്. Now we will calculate PPI is equal to C by diagonal sizes in an inches. അപ്പം അത് കഴിഞ്ഞു. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓരോന്നും പറയുകയാണ്. ഇതിനകത്ത് നമുക്ക് ഏതൊക്കെ രീതിയിലുള്ള പ്രിന്റേഴ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അതിനകത്ത് നമ്മൾ ഇവിടെ തന്നെ പറഞ്ഞു ഓരോ ഇതിനകത്ത് നമ്മൾ ഏതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഓരോന്നിന്റെയും വാല്യൂസ് കണ്ടുപിടിക്കുന്നത് എന്ന് പറഞ്ഞു. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് PPI or a pixel density for the sample mobile phone with the height and width resolution in a pixel തന്നിട്ടുണ്ട്. and the diagonal size കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുമ്പോൾ നമ്മൾ ആദ്യത്തെ ഈ പൈതഗോറസ് തിയറത്തിന്റെ ഇക്വേഷൻസ് വാട്ട് ഈസ് ദ PPI കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ ഇക്വേഷൻസ് അത് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇവിടെ പൈതഗോറസ് തിയറത്തിന്റെ അതും ഈ ഇക്വേഷനൂടെ പഠിച്ചു വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി ദിസ് മീൻസ് എ പിക്സൽ ഡെൻസിറ്റി ഓഫ് എ സാമ്പിൾ മൊബൈൽ ഫോൺ. അതാണ് അവിടെ 441 PPI എന്നാണ് ഇവിടെ പറഞ്ഞു തന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ ഓരോന്നിന്റെ ഡോട്ട് പെർ ഇഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് DPI ഇഫ് യു ഹാവ് എ ഇമേജ് അതിന്റെ ഓരോന്നിന്റെ എങ്ങനെയായിരിക്കും അതിന്റെ 640 × 480 ഹൗ ബിഗ് എ പ്രിന്റ് ക്യാൻ ബി വെയ്ക്ക്. അപ്പം ഓരോന്നിന്റെ ഇത് കേസ് വെച്ച് നമുക്ക് അതുപോലെ തന്നെ ഇവിടെ തന്നിട്ടുണ്ട് ലൈൻ പെർ ഇഞ്ച്. അപ്പം ലൈൻ പെർ ആസ് പെർ ഡിഫേഴ്സ് ടു എ ഡോട്ട് പെർ ഇഞ്ച്. ലൈൻ പെർ ഇഞ്ച് refers to a lines or a dot per inch. The resolution of a half-ton screen is measured in lines per inch. Table 2 shows some of the lines per inch capacity of the പ്രിന്റേഴ്സ്. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാം ഓരോന്നിന്റെയും സ്ക്രീൻ പ്രിന്റിങ്
അതുപോലെ ലേസർ പ്രിന്റ് 3 DPI ആണെങ്കിൽ അതിന്റെ LP എത്രയായിരിക്കും, ലേസർ പ്രിന്റർ. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളൊന്ന് നോക്കുക. പിന്നെ ആപ്ലിക്കേഷൻ ദാറ്റ് യൂസിങ് ഡിജിറ്റൽ ഇമേജസ്. അപ്പൊ ആരെങ്കിലും ഒന്ന് പറയാമോ, നമ്മൾ എവിടേക്ക് നമ്മൾ ഇത്രയും പഠിച്ചതിന്റെ അകത്ത് ആപ്ലിക്കേഷൻ ദാറ്റ് യൂസിങ് ഡിജിറ്റൽ ഇമേജസ് ഏതൊക്കെയാണെന്ന് പറയാൻ പറ്റുമോ? ആപ്ലിക്കേഷൻ ദാറ്റ് യൂസിങ് ഡിജിറ്റൽ ഇമേജസ് ആരെങ്കിലും ഒന്ന് പറയാമോ? നിങ്ങൾ ജസ്റ്റ് ഈ ക്ലാസ് മുഴുവൻ എനിക്ക് കേട്ടതല്ലേ, ഒന്ന് പറയാമോ? വിവേക് പറയാമോ? പറയത്തില്ല ആരും. അപ്പം ഇമേജ് പ്രോസസിംഗ് ഹാസ് ഗോട്ട് എ വൈഡ് വെറൈറ്റി ഓഫ് ആപ്ലിക്കേഷൻസ് ഏരിയാസ് ആൻഡ് ഈസ് വൈഡ്ലി യൂട്ടിലൈസ്ഡ് ബൈ എഞ്ചിനീയേഴ്സ്. മെയിൻ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എഞ്ചിനീയേഴ്സ്, സയന്റിസ്റ്റ്, മീഡിയാസ്, ഫൈനാൻസ് പ്രൊഫഷണൽസ് ആൻഡ് മെനി മോർ. Nowadays it is an exciting ഡിസിപ്ലിനറി ഫീൽഡ് ഫോറോസ് ഐഡിയാസ് ഫ്രീലി ഫ്രം മെനി ഫീൽഡ്സ്. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് ഇത് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാല് ഒപ്റ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, വീഡിയോ, അതിനെ ഇമേജ് പ്രോസസ്സിംഗ് ചെയ്യുന്ന ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ്, ഗ്രാഫിക്സ്, മെഷീൻ ഇരിക്കുന്ന, അതായത് ഇമേജ് പ്രോസസ്സിംഗ് ആൻഡ് അതർ ക്ലോസ്ലി റിലേറ്റഡ് ഫീൽഡ്സ്. നമ്മൾ മെയിൻ ആയിട്ട് നമുക്കറിയാം പിക്ചേഴ്സ് ഉപയോഗിക്കുന്ന ഇതിന് ഡിജിറ്റൽ ഇമേജസ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ സയന്റിസ്റ്റ്, എഞ്ചിനീയേഴ്സ്, മീഡിയാസ്, ഇവരൊക്കെയാണ് ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള ഇത് ഉപയോഗിക്കുന്നത്. ഇനി ഇമേജ് പ്രോസസിംഗ് ആൻഡ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ്. കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ആൻഡ് ഇമേജ് പ്രോസസിംഗ് ആർ വെരി ക്ലോസ്ലി റിലേറ്റഡ് ഏരിയാസ്. ഇമേജ് പ്രോസസിംഗ് ഡീൽസ് വിത്ത് raster data or a bitmaps, where computer graphics primarily deal with the vector data. Raster data or bitmaps are stored in a 2D matrix form and often used to get the real images. അപ്പൊ നമ്മൾ റാസ്റ്റർ ഡാറ്റയും വെക്ടർ ഡാറ്റ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം, നമുക്ക് വെക്ടറിന്റെ അകത്താണ് വരുന്നതെങ്കിൽ നമ്മൾ അതിന്റെ ലൈനും ഇഞ്ചും ആ രീതിയിലായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. റാസ്റ്റർ ഡാറ്റ എന്ന് പറയുമ്പോൾ ആ ഒരു ബിറ്റ്മാപ്സ് രീതിയിലായിരിക്കും നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇമേജ് പ്രോസസിംഗ് ആൻഡ് മെഷീൻ വിഷൻ. അതായത് ഇമേജിന് the main goal of machine vision is to interpret the image and extract the physical, geometrical or topological properties. The output of the image processing operation can be subject to a more technique to produce the additional artificial vision is a വാസ്റ്റ് ഫീൽഡ്. അപ്പൊ നമുക്കറിയാം ഇതിനകത്ത് മെഷീൻ വിഷൻ എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു ഇമേജിനെ എടുത്തിട്ട് നമ്മളൊരു കമ്പ്യൂട്ടറിലൊക്കെ വെച്ച് അതിനെ ഒരു മെഷീനിലേക്കൂടെ വ്യൂ ചെയ്യുന്നതിനാണ് മെഷീൻ വിഷൻ എന്ന് പറയുന്നത്. ഇമേജ് പ്രോസസിംഗ് ആൻഡ് വീഡിയോ പ്രോസസിംഗ്. ഇമേജ് പ്രോസസിംഗ് ഈസ് അബൌട്ട് സ്റ്റിൽ ഇമേജസ്. നമുക്കറിയാം ഒരു വീഡിയോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സ്റ്റില്ലായിട്ടുള്ള കുറെ ഇമേജസ് നമ്മളൊരു ഫാസ്റ്റ് ആയിട്ട് നമ്മൾ മൂവ് ചെയ്യുമ്പോഴാണ് അവിടെ എന്തുണ്ടാകുന്നത്, ഒരു വീഡിയോ പ്രോസസിംഗ് ഉണ്ടാകുന്നത്. ഇമേജ് പ്രോസസിംഗ് ഈസ് അബൌട്ട് എ സ്റ്റിൽ ഇമേജ്. ഇൻ ഫാക്ട് അനലോഗ് വീഡിയോ ക്യാമറ ക്യാൻ ബി യൂസ്ഡ് ടു ക്യാപ്ചർ സ്റ്റിൽ ഇമേജസ്. എ വീഡിയോ ക്യാൻ ബി, നമുക്കറിയാം ഒരു ഫിലിമിന്റെ അകത്തൊക്കെ ആണെങ്കിൽ നമ്മളറിയാം പണ്ട് തുടങ്ങിയ നിങ്ങളറിയാം ഫിലിമിന്റെ അകത്ത് പല പല ഫോട്ടോസുകളായിരിക്കും. ആ ഫോട്ടോസിനെ എല്ലാം കൂടെ ഒരു ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുമ്പോഴത്തേക്കുമാണ് നമുക്ക് അവിടെ ഒരു വീഡിയോ ആയിട്ട് വരുന്നത്. എ വീഡിയോ ക്യാൻ ബി കൺസിഡർ ആസ് എ കളക്ഷൻ ഓഫ് ഇമേജസ് ഇൻഡെക്സ്ഡ് ബൈ എ time. Most image processing algorithm work with the video rapidly. Thus, the video processing is an extraction of a image processing. അപ്പം അതാണ് അവിടെ നടക്കുന്നത്. ഇൻ അഡീഷൻ ഇമേജസ് ആർ സ്ട്രോങ്ലി റിലേറ്റഡ് ടു എ മൾട്ടിമീഡിയ. The field of multimedia broadly includes the study of audio, video, images, graphics and animations. ഇനി ഇമേജ് പ്രോസസ് ആൻഡ് ഒപ്റ്റിക്സ്. Optical image processing deal with the lenses, ലൈറ്റ്നിങ് കണ്ടീഷൻ. അതായത് ഇമേജ് പ്രോസസ് ആൻഡ് ഒപ്റ്റിക്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് മെയിൻ ആയിട്ട് എന്തായിരിക്കും അവിടെ നമ്മൾ പറഞ്ഞു, എപ്പോഴും ഒരു ഇമേജ് ഫോം ചെയ്യുന്ന ലൈറ്റ് അങ്ങനത്തെ ഇതിലൊക്കെ വരുന്നത് ലൈറ്റ്നിങ് കണ്ടീഷൻ അതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്ത് ഇരിക്കും. ദ സ്റ്റഡി ഓഫ് ലെൻസസ് ആൻഡ് ലൈറ്റ്നിങ് കണ്ടീഷൻ ഹാസ് ആണ് ഇമ്പോർട്ടന്റ്. അപ്പൊ നമ്മളൊരു അവിടുത്തെ നമുക്കറിയാം ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നമ്മൾ ഫോട്ടോ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കിട്ടുമോ? ഇല്ല. പക്ഷെ അവിടെ അതിന്റെ അകത്ത് ആ ലെൻസും ഇമ്പോർട്ടന്റ് ആയിരിക്കും. അവിടുത്തെ ഉള്ള കറന്റ് ആയിട്ടുള്ള ലെൻസസും അവിടുത്തെ വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കും.
Image processing and statistics. Image analysis is an area that concerns the extraction and analysis of object information from the image. Imaging application involve both the simple statistics such as counting and mensuration and complex statistics such as advanced statistical interference. Statistics എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാതായിരിക്കും. നമ്മൾ ഒരു ഇമേജസ് ഒക്കെ ആണെങ്കിൽ അതിന്റെ മാക്സിമം ഡേറ്റാസിനെ നമ്മൾ കളക്ട് ചെയ്തിട്ട് നമ്മൾ അതിനെ എല്ലാത്തിനെയും കൂടെ ഒരു അനാലിസിസ് നടത്തുന്നതിനാണ് നമ്മൾ അതിൻ്റെ അകത്ത് ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഏകദേശം ഒന്നാമത്തെ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് അതിനകത്തെ മെയിൻ പോയിന്റ്സ് എല്ലാം കൂടെ ഒന്ന് നോക്കുക. ഇനി അടുത്ത സെക്കൻഡ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇമേജ് ട്രാൻസ്ഫർമേഷൻ. നമുക്ക് സമയമില്ല, അതുകൊണ്ടാണ്. അപ്പം എല്ലാവരും ഒന്ന് നോക്കുക. നിങ്ങൾ നാളത്തേന് അല്ലെങ്കിൽ എക്സാമിന്റെ ടൈമിലേക്ക് വെക്കരുത്. കിട്ടിയ പോയിന്റ് അനുസരിച്ച് ഇതിനകത്തുനിന്ന് വാട്ട് ഈസ് ആൻ ഇമേജ്, ഇമേജ് ക്യാരക്ടറിസ്റ്റിക്സ്, ഇമേജിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു, ഏതൊക്കെ ഡിവൈഡ് ചെയ്യുന്നു, സൂഡോ കളർ എന്താണ്, ഇതൊക്കെ ഷോർട്ട് നോട്ട് ആയിട്ടും ട്രൂ കളർ എന്താണെന്നൊക്കെ ഉള്ളത് നിങ്ങളോട് ചോദിക്കാവുന്നതാണ്. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അത് നിങ്ങളൊന്ന് നോക്കുക. ഞാൻ ഇന്നലെ പറഞ്ഞു ഏതൊക്കെ രീതിയിലുള്ള ഇമേജസിനെ എങ്ങനെയൊക്കെ ഏതൊക്കെ ഡയമെൻഷനിൽ ഉണ്ടെന്ന് പറയാമോ? As we discussed in the previous unit, image is a two-dimensional signal. In this unit, we will took the definition of signals and their properties. ഇവിടെ മെയിൻ ആയിട്ട് ഓരോന്നിന്റെ definition of signals and their അതിന്റെ properties ആണ് പറയുന്നത്. These properties help in defining the relationship between images and 2D signals. അപ്പം അതിന്റെ definitions പഠിച്ചു കഴിയുമ്പം അത് മെയിൻ ആയിട്ട് നിങ്ങൾക്ക് അതിന്റെ റിലേഷൻഷിപ്പ് ഇവിടെ കിട്ടും. Once the image is considered as a 2D signal, transformation of the signals can be applied to ട്രാൻസ്ഫോർ ഇമേജ് ആസ് വെൽ. അപ്പൊ നമുക്കറിയാം ഇപ്പോൾ ഏതെങ്കിലും ഒരു ഇമേജസിനെ നമ്മളൊരു 2D സിഗ്നലിലേക്കൊക്കെ നമ്മൾ ട്രാൻസ്ഫോർമേഷൻ ചെയ്യുവാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അതായത് ഒരു കമ്പ്യൂട്ടറിലേക്ക് ചെയ്യാം. അപ്പൊ അതിനെ കുറിച്ചാണ് ഇവിടെ നിൽക്കുന്നത്. അതായത് ഇമേജ് ആസ് എ സിഗ്നൽസ്. അപ്പൊ അവിടെ ഇമേജിനെ നമ്മൾ ഓരോ സിഗ്നൽസ് ആയിട്ടാണ്. യു ഹാവ് റീഡ് അബൌട്ട് ദ റിലേഷൻ ബിറ്റ്വീൻ ഇമേജ് ആൻഡ് സിഗ്നൽസിനെ. We begin this session by defining them in more detail. A signal is a signal is a function of one or more independent variables. A signal is a function of one or more independent variables where the variables represent some physical meaning. Either a signal is a function of one or more independent variables where the variables represent some physical meaning. These signals carry information through a variables. The dimension of a signal is defined by the number of independent variables that the function is defined. For example, G signal is in a one dimension, whereas the intensity of a still image is in a two dimensions. You may recall the definition of a function as given below. A function f is mapping from the domain D that is a set of values to another set of values called the range P. Then therefore D depends P such that for any intensity ആ ഒരു ഇക്വേഷൻസ് അവിടെ പറഞ്ഞിരിക്കുകയാണ്. അപ്പം ഡെഫിനേഷൻ ഓഫ് ആൻ സിഗ്നൽസ് ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പോഴും നോക്കിയാൽ മതിയായിരിക്കും. എ വൺ ഡയമെൻഷണൽ സിഗ്നൽ ഈസ് എ ഫങ്ഷൻ ഓഫ് സിഗ്നൽ വേരിയബിൾ. എ വൺ ഡയമെൻഷണൽ കണ്ടിന്യൂസ് സിഗ്നൽസ് ഈസ് റിപ്രസെന്റഡ് ആസ് എ ഫങ്ഷൻ ഓഫ് ടി. അപ്പം ഒരു വൺ ഡയമെൻഷണൽ ഒരു വൺ ഡയമെൻഷണൽ 1D സിഗ്നൽ ഈസ് എ ഫങ്ഷൻ ഓഫ് സിംഗിൾ വേരിയബിൾ ആയിരിക്കും. എ വൺ ഡയമെൻഷണൽ continuous signal is represented as a function of f of t എന്നാണ് പറഞ്ഞിരിക്കുന്നത് of the independent variable t, representing the evolution of a physical phenomenon across a time t. For example, a 1D audio signal such as an electrical signal at the output of the microphone is a ഫങ്ഷൻ ഓഫ് ടൈം. അപ്പൊ ഇവിടെ നോക്കിയാൽ മതിയായിരിക്കും. നമുക്കിപ്പം അതിന്റെ ഒരു സിഗ്നൽസ് പാസ് വി ഷാൽ ഗിവൺ ദ ഡെഫിനിഷൻ 2D സിഗ്നൽസ് എങ്ങനെ ഇരിക്കും. അതായത് ഒരു എക്സും വൈയും ഡയറക്ഷൻസ് ഉണ്ട്. അപ്പൊ അതിന്റെ അതൊരു 2D സിഗ്നൽസ് ആണെങ്കിൽ ഒരു സിഗ്നൽസ് പാസ് ചെയ്യുമ്പോൾ അത് എക്സ് ഡയറക്ഷനിൽ കൂടെയും വൈ ഡയറക്ഷനിൽ കൂടെയും പോകുന്നതിനാണ് നമ്മളൊരു 2D സിഗ്നൽ. അപ്പൊ അതിന്റെ പിക്ചോറിക്കൽ റെപ്രസെന്റേഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഡെഫിനിഷൻ ഓഫ് 2D സിഗ്നൽ: എ 2 dimensional 2D signals
ടു ഡയമെൻഷൻ വരുമ്പോഴത്തേക്കും നമുക്കറിയാം അവിടെ എക്സും വൈയും കോർഡിനേറ്റ്സ് ഇരിക്കും. ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടു ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ആൻഡ് എക്സ് വേരിയബിൾസ് x and y such that x of y indicate a point into the 2D space. For example, the function of f shows the intensity in a still image. Then f of xy, നമ്മൾ പറഞ്ഞ x ഉം y ഉം ഇൻഡിപെൻഡൻസ് വേരിയബിൾസ് ആണ്, represent the values of intensity of the pixel at the location of f of xy. Function 2D signals are defined below. അപ്പൊ അതിന്റെ ഒരു ഇക്വേഷൻസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത് തന്നെയാണ്. അതപ്പോ ഇത് മാത്തമാറ്റിക്സിലൊക്കെ നമ്മൾ പ്രോബ്ലം പഠിച്ചു വെക്കുന്നത് പോലെ തന്നെ ഇതിനകത്ത് ഇക്വേഷൻസ് നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ. അപ്പം നിങ്ങൾ അതിനകത്ത് ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സിന്റെ ഒരു സ്റ്റെപ്പാണ് എനിക്ക് വരുന്നത്. അപ്പൊ എനിക്ക് ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് പറയാനുള്ള ഒരു ടൈം ഇല്ല. അപ്പൊ നിങ്ങൾ 2D ഇംപ്ലൈസ് ഫംഗ്ഷൻ ഈസ് എങ്ങനെയായിരിക്കും ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്നുള്ള ഒരു ഇക്വേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ ആ ഇക്വേഷൻസ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, എങ്ങനെയെങ്കിലും ഇത് മനപ്പാടി വെക്കാം. The line implies are in a horizontal line, vertical line or diagonal line accordingly. അങ്ങനെ വരുമ്പോഴത്തേക്ക് അതിന്റെ ഇക്വേഷൻസ് എന്താണെന്ന് പറയുന്നത് എക്സ്പോണൻഷ്യൽ സിഗ്നൽസ് ഈസ് ഡിഫൈൻഡ് ആസ്. അപ്പൊ അതിന്റെ ഒരു ഇക്വേഷൻസ്, അപ്പൊ ഈ 3 ഇക്വേഷൻസ് നിങ്ങളൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഇമേജസ് ആസ് എ 2D സിഗ്നൽസ് നമ്മൾ പറഞ്ഞു. 2D സിഗ്നൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എക്സും വൈയും ഓരോ കോർഡിനേറ്റ്സ് കാണും, ആ രീതിയിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. എ ഗ്രേ സ്കെയിൽ ഇമേജസ് ഈസ് എ ഡിസ്ക്രീറ്റ് 2D സിഗ്നൽ f of xy having two independent variables x and y such that f of xy is the values of signals at a pixel whose location in the image is given by integers x and y. Then the 2D signals can be of a various types such as a separable, periodic, etc. അപ്പോൾ ഇവിടുത്തെ ഒരു ഇക്വേഷൻ നിങ്ങൾ കാണിച്ചാൽ മതിയാകും. Therefore the 2D signal represents a digital image where the xy is the location of the pixels and f of xy is the values of the pixels. അതിന്റെ ഒരു 2D സിഗ്നൽസ് വരുമ്പോൾ നിങ്ങൾ ഇവിടെ നോക്കിയാൽ മതി, എക്സും വൈയും അതിന്റെ ഇത് വരിക്കുന്നത്. അപ്പൊ ആ ഒരു ലെവലിലായിരിക്കും അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു 2D സ്പേസിൽ എങ്ങനെയായിരിക്കും റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. ഫിഗർ 4 ഈസ് ദ അനദർ റെപ്രസെന്റേഷൻ ഓഫ് ഗ്രേ സ്കെയിൽ ഇമേജ് വേർ ഈച്ച് സ്ക്വയർ റെപ്രസെന്റ് പിക്സൽ വാല്യൂസ്. അപ്പൊ ഇവിടെ ഒരു ഗ്രേ സ്കെയിൽ ആണെങ്കിൽ എങ്ങനെയായിരിക്കും ഇത് നമ്മളൊരു 2D സിഗ്നൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് XY f of xy എന്നുള്ള രീതിയിൽ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ഒരു കേസ് നോക്കിയാൽ മതി. ഇനി അനദർ റെപ്രസെന്റേഷൻ ഗ്രേ സ്കെയിൽ ഇമേജ് വേർ ഈച്ച് സ്ക്വയർ റെപ്രസെന്റ് പിക്സൽ. അപ്പൊ ഈച്ച് ഓരോ സ്ക്വയറും ഓരോ പിക്സൽസ് ആണ്. അങ്ങനെ ഉള്ള പല പല പിക്സൽസ് കൂടി ചേർന്നിട്ടാണ് ഒരു ഇമേജ് ഉണ്ടാകുന്നത്. ആ ഇമേജ് ഇതിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്നതാണ് where each square represents a pixel and the color of the square gives the signal values at that locations. ആ ഒരു സിഗ്നൽസ് വാല്യൂസ് അങ്ങോട്ട് അവിടെ നോക്കിയേ, വൈറ്റ്, പ്യൂർ വൈറ്റ് ആയിട്ടുണ്ട്, ലൈറ്റ് ആയിട്ടുള്ള ഒരു ബ്ലൂ ഉണ്ട്, ഡാർക്ക് ബ്ലാക്ക്, ഡാർക്ക് ഷെയ്ഡ് ഉണ്ട്. അപ്പൊ ആ ഒരു ഇതിന്റെ ഒരു സിഗ്നൽസ് കിട്ടുന്നതിന് അനുസരിച്ച് അവിടെ കാണിച്ചിരിക്കുന്നത്. ഇൻ ജനറൽ ബ്രൈറ്റ്നെസ് ഓർ ഇന്റൻസിറ്റി ഈസ് യൂഷ്വലി ദ വാല്യൂസ് ഓഫ് ദ ഫങ്ഷൻസ് ഇൻ ആൻ ഇമേജ്. അപ്പൊ ആ ഒരു ഇതാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞ ഒരു 2D സിഗ്നൽസിന് f of xy എന്നുള്ള രീതിയിൽ റെപ്രസെന്റ് ചെയ്യുവാണെങ്കിൽ ഇവിടെ ഒരു ഗ്രേ സ്കെയിലാണ് നമ്മൾ ഓരോന്നിനെ ഓരോ പിക്സൽസ് ആയിട്ടും അതിന്റെ ഓരോന്നിന്റെ ആ ഇന്റൻസിറ്റി അനുസരിച്ച് അതിന്റെ അകത്തെ കളർ ഷെയ്ഡിൽ മാറ്റുണ്ട്. ഇൻ ജനറൽ ബ്രൈറ്റ്നെസ് ഓർ ഇന്റൻസിറ്റി ഈസ് യൂഷ്വലി ദ വാല്യൂസ് ഓഫ് ദ ഫങ്ഷൻ ഇൻ ആൻ ഇമേജ്. ഹവർ ഇൻ ആൻ ഇമേജ് ദ സിഗ്നൽ വാല്യൂസ് ക്യാൻ ബി റെപ്രസെന്റ് ഫിസിക്കൽ വാല്യൂസ് സച്ച് ആസ് ടെമ്പറേച്ചർ, പ്രഷർ, ഡെപ്ത്. ഓൾസോ വി ആർ ഷോയിങ് സം ഓഫ് ദ എക്സാമ്പിൾസ്. ഇനി അൾട്രാസൗണ്ട് അങ്ങനെയൊക്കെയുള്ള RGB ഇമേജസ്, CTS ഇമേജ് നമ്മൾ പറഞ്ഞു. നമ്മൾ മെയിൻ ആയിട്ടും എന്നാ പറയുന്നത് ഡിജിറ്റൽ ഇമേജ് എന്ന് പറയുന്ന ഒരു സംഭവം യൂസ് ചെയ്യുന്നത് മെയിൻ ആയിട്ട് അൾട്രാസൗണ്ട്, അതുപോലെ തന്നെ RGB, റെഡ്, ഗ്രീൻ, ബ്ലൂ, RGB, CTS സ്കാൻ ഇമേജ്. അപ്പൊ ഇങ്ങനത്തെയൊക്കെ ഒരു കേസിൽ നമ്മൾ കൂടുതലായിട്ടുള്ള ടെമ്പറേച്ചർ ഒക്കെ വരുമ്പോഴത്തേക്ക് ഓരോന്നിന്റെയും പിക്ചർ അങ്ങനത്തെ ഒരു രീതിയിലാണ്. ഫോർ എക്സാമ്പിൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് major depends on the physical phenomenons. അപ്പൊ ആദ്യത്തെ കേസിൽ അൾട്രാസൗണ്ട് ആണ്,
വിചാരിക്കുന്ന മറ്റേന്ന് പറയുമ്പോൾ ഒരു ടെമ്പറേച്ചറിനെ ബേസ് ചെയ്ത് എടുത്തിരിക്കുന്ന ഒരു പിക്ചറാണ്. മറ്റേന്ന് പറഞ്ഞാൽ RGB ബേസ്ഡിലാണ്, CTS സ്കാൻ ബേസ്ഡിലാണ്. അപ്പൊ ഇവിടെ നമ്മളോട് മെയിൻ ആയിട്ട് ചോദിക്കുന്നത് 2D ഇമേജ് ആൻഡ് 2D സിഗ്നൽസ്. 2D സിഗ്നൽസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ f(x, y) എന്ന് വെച്ച് കാണിക്കണം. 2D ഇമേജ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പിക്ചർ റെപ്രസെന്റേഷൻ വെച്ച് ആ ഒരു സ്ക്വയറിനകത്ത് പിക്സലിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു അതിന്റെ പലങ്കർ കളർ ഷെയ്ഡ് ഒക്കെ കൊടുത്ത് നിങ്ങൾ വരച്ച് കാണിച്ച് ആ രീതിയിലൊന്ന് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ഒരു പിക്ചോറിക്കൽ റെപ്രസെന്റേഷൻ ഒക്കെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എക്സ്ട്രാ മാർക്ക് അവിടെ വരും. ഇനി അടുത്തത് ട്രാൻസ്ഫോർമേഷൻ ഓഫ് എ 2D സിഗ്നൽസ്. അപ്പൊ നമ്മൾ ഇതിന് ഒരു അനാലിസിസിന് വേണ്ടിയും അതിന്റെ ഫർദർ പ്രോസസ്സിങ്ങിന് വേണ്ടി അതിനെ ട്രാൻസ്ഫോം ചെയ്യുന്നത്, ഏത് സിഗ്നൽസ് കിട്ടിയാലും അതിനെ ട്രാൻസ്ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇമേജ് ട്രാൻസ്ഫോമേഴ്സ് ആർ നെസസറി ഫോർ എ ഇമേജ് അനാലിസിസ്. എന്തിനു വേണ്ടി ഇമേജിനെ ട്രാൻസ്ഫോം ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമേജ് അനാലിസിസ് ആൻഡ് ഇമേജ് processing. Transformations are a mathematical function that allows to convert it from a one domain to another. Therefore, the transformation of signal f of x will convert the signal into a low signal. Same g of y is a different domain. അപ്പം ഇമേജ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഇമേജിനെ അനാലിസിസ് ചെയ്യാൻ വേണ്ടി അതിനെ ട്രാൻസ്ഫോം ചെയ്യുന്നതെന്ന് പറയുന്നത്. ഇമേജ് ട്രാൻസ്ഫോം ആർ ഇമ്പോർട്ടന്റ് ഫോർ എ കമ്പ്യൂട്ടർ correlation and conclusions. Therefore, image transform find a various application depending on the transform used. The transformed image represents the image data in a more compact form, which helps the storage and the transmission of the image easily. ഇത് അതിനെ കോമ്പാക്ട് ആയിട്ടുള്ള ഒരു ഫോമിലേക്ക് മാറ്റുമ്പോൾ തന്നെ നമുക്ക് അതിനെ സ്റ്റോർ ചെയ്യാനൊക്കെയുള്ള രീതിയിലുള്ള ഒരു ഈസിലി ആയിട്ട് വേണം. സം ട്രാൻസ്ഫർമേഷൻ ഓൾസോ സെപ്പറേറ്റ് ദ നോയിസ് ഫ്രം ദ ഇമേജ്, മേക്കിംഗ് ദ ഇൻഫർമേഷൻ ഓഫ് ദ ഇമേജ് ക്ലിയർ. ചില ഇമേജസിനകത്ത് കുറച്ച് നോയിസസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അതിനെയൊക്കെ ഒന്ന് ഇത് ചെയ്യുമ്പോഴത്തേക്ക് അതൊന്ന് ക്ലിയർ ആവും. ട്രാൻസ്ഫർമേഷൻ സജസ്റ്റ് ഫോറിയർ ട്രാൻസ്ഫർ, കൊസൈൻ ട്രാൻസ്ഫർ, അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് യൂണിറ്റിൽ വരുന്നുണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് ഞാൻ അതിനെ കുറിച്ച് പറയാം. The generic form of transformations. ആ generic form of transformation education ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഓരോന്ന് എന്താണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. For our understanding, we will first consider a one-dimensional discrete signal with n samples and represent the signals as a f of x equal to 0 to n-1. Then a transform the signal x. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സിന്റെ ഒരു ഇതുപോലെ നമ്മൾ ഇതിനകത്ത് ഇത് നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ ഇതിന്റെ അകത്ത് ഇക്വേഷൻസ് പഠിച്ചേ പറ്റുള്ളൂ. ദ ജനറിക് ഫോം ഓഫ് എ ട്രാൻസ്ഫോം ഈസ് എന്ന് പറയുമ്പോഴത്തേക്കും ജി ഓഫ് യു, അതിൻ്റെ അകത്ത് ആ ഇക്വേഷൻസ് നിങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ. അപ്പൊ ടി ഈക്വൽ ടു യു ഓഫ് എക്സ് ഈസ് കോൾഡ് ഫോർവേഡ് ട്രാൻസ്ഫർമേഷൻ കേണൽ. അപ്പൊ ആ ഒരു ഇക്വേഷൻസ് നിങ്ങൾ പഠിച്ചു വെക്കാം. ഇനി അടുത്തത് അതിന്റെ സ്റ്റെപ്സ് വീണ്ടും പറഞ്ഞിരിക്കുകയാണ്. ദ കീ സ്റ്റെപ്സ് ഫോർ എ ഇമേജ് ട്രാൻസ്ഫോം ദ സ്പാഷ്യൽ ഫോർ ദ ഫ്രീക്വൻസി ഡൊമൈൻ. അതിന്റെ ഓരോ സ്റ്റെപ്പ് എങ്ങനെയായിരിക്കും അതിന്റെ ട്രാൻസ്ഫോം ചെയ്യുന്നതിന്റെ കീ സ്റ്റെപ്സ് അവിടെ പറഞ്ഞിരിക്കുക. ട്രാൻസ്ഫോം ദ ഇമേജ് ഫ്രം ദ സ്പാഷ്യൽ ഡൊമൈൻ ടു എ ഫ്രീക്വൻസി ഡൊമൈൻ. ഫസ്റ്റ് സ്റ്റെപ്സിൽ അതിന്റെ സ്പാഷ്യൽ ഡൊമൈനിൽ നിന്ന് അതിന്റെ ഫ്രീക്വൻസി ഡൊമൈനിലേക്ക് മാറ്റും. ക്യാരി ദ റിക്വയർഡ് ഇമേജ് പ്രോസസിംഗ് ടാസ്ക് ഇൻ ദ ട്രാൻസ്ഫോംഡ് ഡൊമൈൻ. അപ്ലൈ ഇൻവേഴ്സ് ട്രാൻസ്ഫോം ടു റിട്ടേൺ ടു ദ സ്പാഷ്യൽ. അതായത് നമ്മൾ നിങ്ങളെ അൽഗോരിതംസ് ഒക്കെ പഠിച്ചതെന്ന് പറഞ്ഞതുപോലെ തന്നെ ഇതിനകത്ത് ഓരോ കീ സ്റ്റെപ്സ് ആണ് എങ്ങനെയായിരിക്കും ഒരു ഇമേജിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു ഇക്വേഷൻസ്. അപ്പൊ കീ സ്റ്റെപ്സ് ഓർ 2D ഇമേജ് ട്രാൻസ്ഫർമേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ഒരു ഇക്വേഷൻസ് വെച്ച് വേണം ചെയ്യാൻ. എഫ് ഓഫ് എക്സ് വൈ എന്ന സ്പാഷ്യൽ ഡൊമൈനെ ജി ഓഫ് എക്സ് വൈ എന്നുള്ള സ്പാഷ്യൽ ഡൊമൈൻ ആയിട്ട് എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യും. അപ്പൊ അതിനകത്ത് ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ ടി ഓഫ് യു വി, അതിന്റെ ഒരു ഓപ്പറേഷനും ആറ്, അതിന്റെ ആർ ഓഫ് ടി യു വി, അതിന്റെ ഇൻവേഴ്സ്. അതാണ് ഇവിടെ പഠിക്കുന്നത്. ട്രാൻസ്ഫോം ദ ഇമേജ് ഫ്രം ദ സ്പാഷ്യൽ ഡൊമൈൻ ടു ദ frequency domain. Carry the required image processing task in the transformed domain. Apply inverse. ആ ഒരു സ്റ്റെപ്സ് ആണ് ഇതിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് മെയിൻ ആയിട്ട് വരുന്നത് 2D സിഗ്നൽസ് ആൻഡ് 2D സിഗ്നൽ. ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്തോഗണൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് എ 2D സിഗ്നൽസ്. ഓർത്തോഗണൽ ട്രാൻസ്ഫോർമേഷൻസ് എന്ന് പറയുമ്പോൾ എ സ്ക്വയർ മെട്രിക്സ് എ ഈക്വൽ ടു, നമ്മൾ ഇന്നലെ പഠിച്ചാണ് സ്ക്വയർ മെട്രിക്സിനകത്ത് എന്തായിരിക്കും A1 A2 etc. A is the ith column vector of A. നമ്മളറിയാം അതിനകത്ത് 01, 02, 03 അതിന് സീറോത്ത് റോസ് ഉണ്ടായിരിക്കും, 0th കോളംസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ 1th റോ ഉണ്ടായിരിക്കും, 1th കോളംസ് ഉണ്ടായിരിക്കും.
അപ്പൊ അതിനെ നമ്മൾ എങ്ങനെയായിരിക്കും ഒരു സ്ക്വയർ മെട്രിക്സിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് A1, A2, etc. ith column vector and A is real and has the property that A raised -1 equal to A raised T. Then it is said to be an ഓർത്തോഗണൽ മെട്രിക്സ്. ആ ഒരു ഇതിനാണ് പറയുന്നത് ഓർത്തോഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത്. A raised -1 equal to A raised T. Then it is said to be an orthogonal matrix. If A is not real, it is said to be a unitary matrix. If A raised -1 equal to A raised T, that the inverse of A is equal to the conjunctive transforms എന്നാണ് പറഞ്ഞിരിക്കുന്നത്. The columns of unitary and an orthogonal matrix are perpendicular to each other. അത് രണ്ടും പെർപെൻഡിക്കുലർ ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. The columns of a unitary and അതിന്റെ അതുപോലെ തന്നെ orthogonal matrix are perpendicular to each other. രണ്ടും തമ്മിൽ perpendicular to each other, therefore are said to be a orthogonal. അതുകൊണ്ട് രണ്ടുകൂടെ പെർപെൻഡിക്കുലർ ആയിരിക്കുന്നത് കൊണ്ടാണ് അതിനെ എന്തെന്ന് പറയുന്നത് ഓർത്തോഗണൽ എന്ന് പറയുന്നത്. Also the columns of these matrices are unit length, that is normalized. Therefore the columns of these matrices are said to be orthogonal. അത് നോർമലൈസ്ഡ് ആയതുകൊണ്ടാണ് അതിനെയും വീണ്ടും ഇതിരിക്കുന്നത്. Therefore their product, therefore ഇവിടെയും വീണ്ടും ഇതിന്റെ രീതിയിലും ഒരു വളരെ ടഫ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻസ് നിങ്ങൾ തന്നിട്ടുണ്ട്. അത് നിങ്ങൾ പഠിച്ചേ പറ്റൂ. എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് അതേപടി പഠിച്ചെടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. N columns of these matrices can be treated as a basic vectors of n-dimensional vector space. Let us consider an image n into n image f of h, the forward and inverse transformation of f of x given by അപ്പം g of u b f of h അതിന്റെ ഓരോ ഇക്വേഷൻസ് ഇവിടെ പറയുന്നത്. അതിന്റെ ഓർത്തോ നോർമാലിറ്റി പ്രോപ്പർട്ടീസ് വരുമ്പത്തെ ഇക്വേഷന്, കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടീസ് വരുമ്പത്തെ ഇക്വേഷൻസ്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ അത്രയും ടഫ് ആയിട്ടുള്ളതൊന്നും നിങ്ങളുടെ ഇതിനകത്ത് ഈ ഇക്വേഷൻസ് ഒക്കെ പഠിച്ചു വെക്കുക. ഇത്രയും ടഫ് ആയിട്ടുള്ളതൊന്നും നിങ്ങളുടെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ കണ്ടിട്ടില്ല, ഇതുവരെ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ യൂണിറ്ററി ട്രാൻസ്ഫർമേഷൻ, അടുത്തതാണ് യൂണിറ്ററി ട്രാൻസ്ഫർമേഷൻ. നമ്മൾ ആദ്യം പറഞ്ഞു അത് ഏത് രീതിയിലുള്ള ട്രാൻസ്ഫർമേഷൻസ് എന്നാണെന്ന് പറഞ്ഞത് transformation of a 2D signals, images as a 2D signals, transforms of a 2D signal is അടുത്തത് orthogonal transformation of a 2D signals നമ്മൾ പറഞ്ഞു. ഇനി നെക്സ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞ യൂണിറ്ററി ട്രാൻസ്ഫർമേഷൻസ്. നമ്മൾ പറഞ്ഞു ഇതിനെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുന്നത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അനാലിസിസിനും സ്റ്റഡിക്കും വേണ്ടിയാണ്. We will discuss the unitary transformation from a one-dimensional signals for case of understanding, and we will move to a discussing the 2D signals. അപ്പം യൂണിറ്ററി ട്രാൻസ്ഫർമേഷൻ ഓഫ് എ 1D signals. A one-dimensional sequence f of xy can always be represented as a vector of function n f equal to then transfer t of f of x can be written as. ഇതിനകത്തെയും ഈ ഇക്വേഷൻസ് നിങ്ങൾ പഠിച്ചു വെക്കണം. ജി എഫ് ടി ടി യു പി എസ് ഈസ് കോൾഡ് ഫോർവേഡ് ട്രാൻസ്ഫർമേഷൻസ് കേണൽസ്. ആ ഒരു ഇക്വേഷൻസ് നിങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ. മുമ്പേ പഠിച്ചതിന്റെ അതേ രീതിയിൽ വരുന്ന ഒരെണ്ണമാണ് വരുന്നത്. അപ്പം ആ ഒരു ഇക്വേഷൻസ് ഒറ്റ ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് മെയിൻ ആയിട്ട് അത് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പം അതാണ് ഇതിനകത്ത് ഒരു കേസിൽ വരുന്നത്. യൂണിറ്ററി ട്രാൻസ്ഫർമേഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വരുന്നത് എ വൺ ഡയമെൻഷണൽ സീക്വൻസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 to n-1 can always be written as a vector of dimension of function and f equal to f of 0 to f of n-1. Then transformation t of f of s can be written as എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഇവിടെ കാണിച്ചു തന്നിരിക്കുന്നത്. ഈ ഇക്വേഷൻസ് നോക്കുക. അതിനകത്ത് പറഞ്ഞിരിക്കുന്നതിനകത്ത് നോക്കുക. ആ ഇക്വേഷൻസ് പറഞ്ഞിരിക്കുക where t of us is called a forward transformation kernel and g of u is a transformation of f of x, and that is g of u is the result of applying the transformation t of u of x on a f of x. ഇതിനകത്ത് വീണ്ടും പറഞ്ഞിരിക്കുന്ന then the matrix T is called the unitary matrix and therefore the transformation is also യൂണിറ്ററി ട്രാൻസ്ഫർമേഷൻസ്. നമ്മൾ പറഞ്ഞ മറ്റേനെയല്ല ഒരു മെട്രിക്സിന്റെ രീതിയിലായിരിക്കും നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ട്രാൻസ്ഫർമേഷനാണ് പറയുന്നത് യൂണിറ്ററി
ട്രാൻസ്ഫർമേഷൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്, അത് നമ്മൾ ഓർത്തിരിക്കുക. സെപ്പറബിലിറ്റി, സിമ്മട്രി. ഈ സെപ്പറബിലിറ്റി ട്രാൻസ്ഫർമേഷൻ കേർണൽ ഈസ് സെറ്റ് ടു ബി എ സെപ്പറബിൾ. അതിന്റെ ഒരു ഇക്വേഷൻസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അപ്പൊ അതുകൂടി നോക്കി വയ്ക്കുക. അപ്പൊ if T of u v x y equal to T of u of x into T to v of y. അപ്പൊ അതിന്റെ ഇവിടെ തന്നിട്ടുണ്ട് T of us is called a forward transformation എന്നും if x y u v is called the inverse transformations kernel എന്നുമാണ് നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ യൂണിറ്ററി ട്രാൻസ്ഫർമേഷൻ മുമ്പേ പഠിച്ച അതേ ഇക്വേഷൻസ് തന്നെയാണ് ഇവിടുത്തെ കേസിലും വന്നിരിക്കുന്നത്. അപ്പൊ അതൊന്ന് പഠിച്ചു വെക്കുക. ഇനി ഫണ്ടമെന്റൽ പ്രോപ്പർട്ടീസ് ഓഫ് എ യൂണിറ്ററി ട്രാൻസ്ഫർമേഷൻ, അതിന്റെ ഫണ്ടമെന്റൽ പ്രോപ്പർട്ടീസ് എന്നുള്ള ഇത് സാധാരണ എക്സാമിനൊക്കെ ചോദിക്കുന്ന ഒന്നാണ്. ഹിയർ വി ഡിസ്കസ് മറ്റേത് മുമ്പത്തേത് ഞാൻ പറഞ്ഞ അത്രയും വലിയ ഇമ്പോർട്ടൻസോ ഇന്ന് വരെ ഞാൻ എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ കണ്ടിട്ടില്ല. ഈ പറഞ്ഞിരിക്കുന്ന ഒരു സംഭവമാണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് ചോദിക്കുന്നത്. വി ഡിസ്കസ് ദ പ്രോപ്പർട്ടീസ് ഓഫ് എ യൂണിറ്ററി ട്രാൻസ്ഫർമേഷൻസ്. Energy conservation and rotation. Let T be the unitary transformation, then G equal to T dot F implies that the equations. This means that the signal energy is preserved after the application. നിങ്ങൾ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ് പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ ആ രീതിയിലുള്ള അതിന്റെ ആപ്ലിക്കേഷൻ അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതെനിക്ക് പറഞ്ഞുതരാനുള്ള ഒരു ടൈമില്ല, അത് നിങ്ങൾ നോക്കാന്ന് മാത്രമല്ല. അപ്പൊ അതുകൊണ്ട് എനിക്കിത് this property is called energy preservation properties. It also implies that every unitary transformation is a rotation of vector f in the n-dimensional vector space. Energy combustion. A large fraction of energy in the image is spiked into relatively few transformation coefficient in mostly unitary transformations. ഇവിടെ പറഞ്ഞിരിക്കുന്ന large fraction of energy in the image is spiked into relatively few transformation coefficient. പായ്ക്ക് ചെയ്തിട്ട് അതിനെ ഫ്യൂ ആയിട്ടുള്ള കോഎഫിഷ്യൻസിന്റെ മോസ്റ്റ് യൂണിറ്ററി ട്രാൻസ്ഫർമേഷൻ. By the above mentioned property, since the energy is preserved, this implies that the most of the transform coefficients have a insignificant values. Only a few of them transform coefficients that are close to the original have a significant values. അതായത് ചിലത് അതിന്റെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള വാല്യൂസ് വളരെ ക്ലോസ് ആയിട്ടായിരിക്കും. ആ ഒരു ഇതില് നമ്മൾ അതിനെ ഇതിരിക്കുന്നത് ക്ലോസ് ആയിട്ട്. ദിസ് പ്രോപ്പർട്ടി ഈസ് വെരി യൂസ്ഫുൾ ഫോർ ദ ഇമേജ് കംപ്രഷൻ പർപ്പസ്. ഇത് മെയിൻ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ചോദിച്ചു കഴിഞ്ഞാല് ഇമേജിനെ കംപ്രസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം ചില ഇമേജസിനെ നമുക്ക് ട്രാൻസ്ഫോം ചെയ്യുമ്പം അവിടെ നമുക്ക് ആ ഒരു ബിറ്റിലൊന്നും ആക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ അതിനെ ഈ ഒരു 124ന്റെ ബിറ്റ് അല്ലെങ്കിൽ നമുക്ക് 256 ആണെങ്കിൽ 256ന്റെ ബിറ്റിൽ ലെവലിലുള്ള നിങ്ങളറിയാം പിക്ചറുകൾ ചിലപ്പം നിങ്ങൾ സെൻഡ് ചെയ്യുമോ അങ്ങനത്തെ ഒരു കേസിൽ ചെയ്യുമ്പോൾ നമുക്കറിയാം അതിനെ കൂടുതലാണ്, നമുക്കത് സെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ അതിനെ എന്ത് ചെയ്യും, കുറച്ച് സിപ്പ് ചെയ്യുന്ന രീതിയിലുള്ള പരിപാടി ചെയ്യുക. അതിനെ ഒന്നെങ്കിൽ 126 ബിറ്റിലേക്ക് മാറ്റും. നമ്മൾ കമ്പ്യൂട്ടറിനകത്തെടുത്ത് സേവാസ് എടുത്ത് അതിന് നമ്മളൊരു പ്രോപ്പർട്ടീസ് ഒക്കെ അതിന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പൊ ആ രീതിയിലൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടായിരിക്കും നമ്മൾ അതിനെ ട്രാൻസ്ഫോം ചെയ്യുന്നത്. അപ്പം ആ രീതിയിലുള്ള ഒരു ട്രാൻസ്ഫർമേഷൻസ് ആണ് ഇവിടെ മെയിൻ ആയിട്ട് പഠിക്കുന്നത്. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഇമേജ് എൻഹാൻസ്മെന്റ് ഇൻ എ സ്പാഷ്യൽ ഡിമാൻഡ്. ഇമേജ് എൻഹാൻസ്മെന്റ് എന്നാണെന്നൊന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ഞാൻ ജസ്റ്റ് കഴിഞ്ഞ ഒന്നാമത്തെ ചാപ്റ്ററിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞായിരുന്നു ഇമേജ് എൻഹാൻസ്. വാട്ട് ഈസ് ഇമേജ് എൻഹാൻസ്മെന്റ്? ഏഞ്ചൽ പറയാവോ? ഏഞ്ചല് ശ്രുതിയൊക്കെ ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നത്, വിവേക് ഇല്ലായിരുന്നെന്ന് തോന്നുന്നു. വാട്ട് ഈസ് ഇമേജ് എൻഹാൻസ്മെന്റ്? ക്വാളിറ്റി കൂട്ടുകയാണോ? കൂട്ടുന്നതാണ് റെസൊല്യൂഷന്റെ ക്വാളിറ്റി കൂട്ടുന്നതിനാണ് ഇമേജ് എൻഹാൻസ്മെന്റ്. അപ്പൊ ആ ഒരു പോയിന്റ് തന്നെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കിട്ടും. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ ചോദിക്കുന്നത് എന്താണ് ഇമേജ് എൻഹാൻസ്മെന്റ്. വി പ്രൊവൈഡ് ആൻ ഓവർവ്യൂ ഓഫ് ഇമേജ് എൻഹാൻസ്മെന്റ് ടെക്നിക്സ് ഇൻ എ സ്പാഷ്യൽ ഡൊമെയ്ൻസ്. These techniques improve the quality of images. Enhancement properties does not increase the information content in the data, but increase the dynamic. അവിടെ അതാണ് ശ്രമിക്കുന്നത്. അതിന്റെ
ഇത് ഒരിക്കലും ഈ പ്രോസസ്സിൽ എന്നാ ചെയ്യുന്നത്, ഇൻക്രീസ് ദ ഇൻഫർമേഷൻ കണ്ടന്റ് അല്ല അവിടെ മാറ്റുന്നത്, ബട്ട് ഇറ്റ് ഇൻക്രീസ് ദ ഡൈനാമിക് റേഞ്ച് ഓഫ് ദ സെലക്ടഡ് ഫീച്ചേഴ്സ് സോ ദാറ്റ് ദേ ക്യാൻ ബി ഡിറ്റക്റ്റഡ് ഇറ്റ്. അതായിരിക്കും മെനി പോയിന്റ് പ്രോസസിംഗ് എൻഹാൻസിംഗ് ടെക്നിക്സ് ആർ സജസ്റ്റഡ് എന്നിരിക്കുന്നത്. ഇത് അങ്ങനത്തെ ഇമേജ് എൻഹാൻസ്മെന്റ് ടെക്നിക്സ് ആണ് ഇതിനകത്ത് പറയുന്നത്. ഇമേജ് എൻഹാൻസ്മെന്റ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക് ബിക്കോസ് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ എ വെർച്വലി ഇമേജ് പ്രോസസിംഗ് ആപ്ലിക്കേഷൻസ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏതായിരിക്കും ഇമേജ് എൻഹാൻസ്മെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒരു ഇമേജിന്റെ ക്വാളിറ്റിയെ ഇംപ്രൂവ് ചെയ്യുന്നത്. അപ്പൊ നമ്മളിവിടെ മെയിൻ ആയിട്ട് പറയുന്ന ഡിഫൈൻ ഇമേജ് എൻഹാൻസ്മെന്റ് എന്തായിരിക്കും എന്ന് പറഞ്ഞു. ഇപ്പൊ ഈ പറഞ്ഞു ഇമേജ് എൻഹാൻസ്മെന്റ് എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ ഇമേജ് എൻഹാൻസ്മെന്റ് ടെക്നിക്സ് ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ആൻ ഇമേജ് ആസ് എ perceived by a human observer or a machine vision systems. അതായത് നമ്മുടെ ഒരു ഹ്യൂമൻ ഒബ്സർവറിന് അല്ലെങ്കിൽ ഒരു മെഷീൻ വിഷൻ സിസ്റ്റം വെച്ചോ അതിന്റെ ഒരു ക്വാളിറ്റിയെ ഇംപ്രൂവ് ചെയ്യുന്നത്. എൻഹാൻസ്മെന്റ് ടെക്നിക്സ് ഇംപ്രൂവ് ദ perception of an information of an image in a human being and provide a better input for a other automated image processing things. അതിന്റെ ബെറ്റർ ആയിട്ടുള്ള ഇമേജസിനെ നമ്മൾ കൊടുക്കുക. അപ്പം അതിനാണെങ്കിൽ ആ ഒരു ബെറ്റർ ആയിട്ടുള്ള ഇമേജ് കൊടുക്കുമ്പോൾ തന്നെ ആ ഇമേജിനകത്ത് പല പ്രശ്നങ്ങളൊക്കെ കാണും. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഈസ് ടു മോഡിഫൈ ആട്രിബ്യൂട്ട്സ് ഓഫ് ആൻ ഇമേജസ്. അതായത് അതിന്റെ ആട്രിബ്യൂട്ട്സിനെയൊക്കെ ഒന്ന് മോഡിഫൈ ചെയ്യാണ് ചെയ്യുന്നത്. ഒരു ഇമേജ് ആണെങ്കിൽ ആ ഇമേജിനകത്ത് ചിലപ്പോൾ കുറച്ച് ലൈറ്റ് കൂടുതൽ കാണും, ചിലപ്പോൾ കുറെ ഡാർക്ക്നെസ് കാണിക്കും, അതിൻ്റെ അകത്തെ കോൺട്രാസ്റ്റ് ഇതായിരിക്കില്ല, കുറച്ച് നോയ്സ് കാണും. ഇങ്ങനെയൊക്കെയുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള തിങ്സിനെയൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് നമ്മൾ ബെറ്റർ ആയിട്ടുള്ള ഒരു ഇതിനെ ചെയ്യുന്നതിനാണ് ഇമേജ് എൻഹാൻസ്മെന്റ് എന്നുള്ളൊരു ടെക്നിക്സ് നമ്മൾ പറയുന്നത്. is to modify attributes of an image to make it more suitable for a given task or a specific observer. Image quality can be degraded because of a poor illumination, improper acquisition devices, quantization noise during the acquisition process. The recorded images after acquisition exhibit problems such as ഞാൻ പറഞ്ഞ മുമ്പത്തെ കുറച്ച് പ്രോബ്ലംസ് ഇങ്ങനത്തെ കുറെ പ്രോബ്ലംസ് കാരണം നമ്മുടെ ഇമേജസിന് ഒരു കറക്റ്റ് ഉള്ള ഒരു ഔട്ട്പുട്ട് ക്ലിയർ ആയിരിക്കില്ല. അപ്പൊ അതിനെയൊക്കെ ഒന്ന് മോഡിഫൈ ചെയ്ത് അങ്ങനെയായിട്ടുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള സംഭവത്തിനെയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് വേണ്ടതിനെ എടുത്ത് നമുക്ക് ഔട്ട്പുട്ട് തരുന്നതിനാണ് ഇമേജ് എൻഹാൻസ്മെന്റ്. എൻഹാൻസ്മെന്റ് എയിംസ് ടു ഇംപ്രൂവ് ദ വിഷ്വൽ ക്വാളിറ്റി ബൈ എ cosmetic processing, a process of the visual quality of an image so that it is more suitable for a particular application is termed as a enhancement. ഇപ്പൊ നമ്മളൊരു കോസ്മെറ്റിക് ഒക്കെ ഉള്ളൊരു കാര്യങ്ങൾ നമുക്ക് എന്തെങ്കിലും അൺവാണ്ടഡ് ആയിട്ടല്ല കളഞ്ഞിട്ട് ഇനി ഒരു ബെറ്റർ ക്വാളിറ്റി നമ്മൾ അതിന് വേണ്ടി കോസ്മെറ്റിക് പ്രോപ്പർ പ്രോസസ്സിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ മുഖത്തൊക്കെ ചെയ്യുന്ന എന്തായിരിക്കും, നമ്മളൊരു ഫംഗ്ഷന് പോകുമ്പോഴും സാധാരണ വീട്ടിൽ കാണുന്ന പോലെ ആയിരിക്കും നമ്മളൊരു ഫംഗ്ഷന് പോകുന്നത്, നമ്മളൊരു ഒരു മേക്ക് ഓവർ ഒക്കെ നടത്തും. അപ്പൊ അതേ രീതിയിൽ അതായത് നമുക്കൊരു കാണാൻ ഒരു കൊള്ളാവുന്ന രീതിയിൽ നമ്മൾ അതിനെ ഒരു മേക്ക് ഓവർ നടത്തുന്ന ആ ഒരു സംഭവമാണ് ഇവിടെ മെയിൻ ആയിട്ട് പറയുന്നത്. The enhancement process does not increase the inherent information content in the data, but it increases the dynamic range of chosen features so that they can be detected easily. Generally, humans are the ultimate judge of improved the quality. Quality can also be objectively qualified by metrics like a mean square error. അതായത് മീൻ സ്ക്വയർ എറർ നമ്മൾ പുറകെ വരുന്നുണ്ട്. അടുത്തത് ഫോർ എക്സാമ്പിൾ ഫിംഗർ പ്രിന്റ് റെക്കഗ്നൈസേഷൻ സിസ്റ്റംസ്. ഇപ്പൊ നമ്മള് മെയിൻ ആയിട്ട് നമ്മളെ ഫിംഗർ പ്രിന്റ് റെക്കഗ്നൈസേഷൻ സിസ്റ്റം എവിടെയായിരിക്കും ഉപയോഗിക്കുന്നത്? ഫിംഗർ പ്രിന്റ് നിങ്ങൾ പറയാൻ പറ്റുമോ? ഫിംഗർ പ്രിന്റ് റെക്കഗ്നൈസേഷൻ എവിടെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഒന്ന് പറഞ്ഞേ. ആരെങ്കിലും ക്ലാസ്സിലുണ്ടോ? പറയുന്നില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ ചോദിച്ചത്, അപ്പത്തേക്കും ആരും ഒന്നും പറയുന്നില്ല. ഇമേജ് അതായത് ഫിംഗർ പ്രിന്റ് റെക്കഗ്നൈസേഷൻസ് നമ്മൾ എവിടെയൊക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നത്? നമ്മുടെ ഫോണില്.
ഫോണിൽ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് വേറൊരു സ്ഥലത്ത് പോകുമ്പോൾ ഉപയോഗിക്കാറുണ്ടല്ലോ. ആ എക്സാമ്പിൾ തന്നെ നിങ്ങളുടെ എക്സാമിന് എഴുതി വെച്ചാൽ മതി. അതിനാണ് ഫോണിൽ ഉപയോഗിക്കുന്നത്. കറക്റ്റ് ആണ്. ഒന്നുകൂടെ പറ. നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എവിടെയായിരിക്കും? ഒരു ഫിംഗർ പ്രിന്റ് പരിപാടി. റേഷൻ കടയില് എന്തായാലും. എന്നിട്ട് നമുക്കൊരു മെയിലിലേക്ക് ഒക്കെ നമുക്കൊരു മെസ്സേജ് ഒക്കെ വരും. എന്തായിരിക്കും വരുന്നത്? നിങ്ങളുടെ ആധാറിനെ ഡിപ്പെൻഡ് ചെയ്ത് വരുന്നില്ലേ? ഒരു മെസ്സേജ് വരാനുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ വിവേകെ? നിങ്ങളുടെ ഫോണിലോ മെയിലിലോ ഒക്കെ ഒരു നമ്പറിലോ ഫോണിലൊക്കെ ഒരു മെയിലിലോ ഒക്കെ ഒരു ഇത് വരെയല്ലേ? എന്തായിരിക്കും എന്തായിരിക്കും ചെയ്യുന്നത്? റേഷൻ കാർഡിലെ ഫിംഗർ പ്രിന്റ് വെക്കുമ്പോൾ നമ്മൾ ആധാറുമായിട്ട് ലിങ്ക് ആയിരിക്കും. നമ്മൾ ആധാർ കാർഡിനകത്താണ് നമ്മൾ ഫിംഗറിന്റെ ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഫിംഗർ പ്രിന്റ് റെക്കഗ്നിഷൻ യൂസ്ഡ് ഫോർ അറ്റൻഡൻസ് റെക്കോർഡിംഗ് ഫോർ ദ എംപ്ലോയീസ് ഇൻ ആൻ ഓർഗനൈസേഷൻ. Use image enhancement techniques to get a best recognition result under all the circumstances. During fingerprint capturing, the quality of the fingerprint can go down because of dust, set, noise, etc. ഇപ്പൊ നമ്മളറിയാം ആധാറിന്റെ ഒരു കേസിൽ നമ്മളോട് പറയാൻ പറ്റുന്ന കൈ എന്ന് തൂത്തിട്ടൊന്നും വെച്ച് നമ്മൾ ആധാറിന് എന്തെങ്കിലും ഒരു ചെക്കിങ്ങിനോ അല്ലെങ്കിൽ ഒരു റിന്യൂവലിനോ ഒക്കെ പോകുമ്പോഴത്തേക്കും നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നത്? ഫിംഗർ പ്രിന്റ് വെച്ചായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആ ഒരു ടച്ച് ചിലപ്പോൾ നമ്മൾ റേഷൻ കടയിൽ ചെല്ലുമ്പോൾ നമ്മുടെ കൈ വെച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ കിട്ടത്തില്ല. അപ്പൊ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഡസ്റ്റോ സെറ്റോ നോയിസോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിലായിരിക്കും നമുക്ക് ചെയ്യാം. അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് അവർ തൂത്തിട്ടൊക്കെ ഒന്നുകൂടെ വെക്കാനൊക്കെ പറഞ്ഞു നോക്കാം. ഇമേജ് എൻഹാൻസ്മെന്റ് ടെക്നിക് വെക്കുക. അപ്പൊ അതാണ് പറഞ്ഞത്, ഇമേജ് എൻഹാൻസ്മെന്റ് ആയിരിക്കും. ആ ഒരു ഫിസിക്കൽ ആയിട്ടുള്ള കുറെ സംഭവത്തിനെയൊക്കെ എല്ലാവരും എടുത്ത് മാറ്റിക്കളയുന്നത്. അപ്പൊ നിങ്ങൾ ആ ഒരു എക്സാമ്പിൾ വെച്ച് തന്നെ നിങ്ങൾ എഴുതിയാൽ മതി. ഇവിടെ ആൻസർ വീഴും. ഇമേജ് എൻഹാൻസ്മെന്റ് ടെക്നിക് മേക്ക് ദ ഇൻപുട്ട് മോർ സൂട്ടബിൾ ഫോർ ദ ഫർദർ പ്രോസസിംഗ് സോ ദാറ്റ് ദ ബെസ്റ്റ് റിസൾട്ട് ക്യാൻ ബി അച്ചീവ്ഡ്. ഈ പ്രോസസിംഗ് is skipped and fingerprint matching algorithm is applied directly to the input. Algorithm can start a mismatch for an input when it otherwise a match. അപ്പൊ നമ്മൾ ഇങ്ങനെ ഫിംഗർ പ്രിന്റ് വെക്കുന്നു എന്നുള്ളതാണെങ്കിൽ അവിടെ അതിനുവേണ്ടിയുള്ള ഒരു അൽഗോരിതം അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ സെറ്റ് ഉണ്ട്. അതായത് നമ്മുടെ ഫിംഗർ പ്രിന്റ് അവിടെ അതുമായിട്ട് മാച്ച് ആവുന്നത്. അതായത് നമ്മുടെ ഡേറ്റാസ് അവിടെ സ്റ്റോർ ഉണ്ട്. ആ സ്റ്റോറിൽ ചെയ്തിരിക്കുന്ന ഡേറ്റാസിനോട് ഒരു മാച്ചിങ് നമ്മൾ അവിടെ കൈ വെക്കുമ്പോൾ തന്നെ അവിടെയുള്ള ഡേറ്റാസുമായിട്ടൊരു മാച്ചിങ് ആണ് നടക്കുന്നത്. അപ്പൊ അവിടെയാണ് നമ്മൾ മിസ്മാച്ച് വരുന്നത്. അപ്പൊ അതുകൊണ്ട് വീണ്ടും എടുത്തിട്ട് എന്നൂടെ വെക്കുന്നത്. അപ്പൊ ആ രീതിയിലുള്ള ഒരു ചെക്കിംഗ് ആണ് നമ്മൾ അവിടെ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ അതിനെ കൂടുതലായിട്ട് നമുക്ക് വേണ്ട രീതിയിൽ അതിനെ ആക്കി എടുക്കുന്നു, അല്ലെങ്കിൽ വേണ്ട കറക്റ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ടിലേക്ക് നമ്മൾ എടുക്കുന്ന കയ്യിൽ നിന്ന് തൂത്തിട്ട് വെക്കുക, അങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അപ്പൊ ഇമേജ് എൻഹാൻസ്മെന്റ് ടെക്നിക്സ് ആർ ദ ആപ്ലിക്കേഷൻ സ്പെസിഫിക് ആൻഡ് പ്രൊഡ്യൂസ് എ better image. There are broadly classified into two categories. അതിനെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. സ്പാഷ്യൽ ഡൊമൈൻ മെത്തേഡ്സ് ആൻഡ് ഫ്രീക്വൻസി ഡൊമൈൻ മെത്തേഡ്. ദ സ്പാഷ്യൽ ഡൊമൈൻ മെത്തേഡ് പിക്സൽസ് വാല്യൂസ് ആർ മാനിപ്പുലേറ്റഡ് ഡയറക്ട്ലി. സ്പാഷ്യൽ ഡൊമൈനിൽ നിങ്ങൾ ശ്രദ്ധിച്ചേക്കുക, എപ്പോഴും പിക്സൽ വാല്യൂസ് ആയിരിക്കും അവിടെ manipulate ചെയ്യുന്നത്. Where in the frequency domain method, firstly Fourier transform of image is taken to convert image in the frequency domain. Then the Fourier transform is manipulated and the modified spectrum is transformed back to the spatial domain to the view of some enhancement technique operate on a combination of these methods to get the best result. ഇനി ഇവിടെ നോക്കിയാൽ മതിയായിരിക്കും point operations. In this unit we will discuss various spatial domain enhancement techniques. The pixels values, gray values of an image directly manipulated. Such operation simple take the gray values of the image or a neighboring pixels, map into a new value and move on to the next pixel. Let xy is be an input image. An image processing of the spatial domain may be expressed as a mathematical function t of f of xy applied to the image f of xy to produce a new image g of vb. Therefore g of xy equal to transformation of f of xy. Point and neighborhood processing. ഇവിടെ പോയിന്റ് ആൻഡ് നെയ്ബർഹുഡ് പ്രോസസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ നോക്കി അറിയാം, നമ്മളൊരു റെക്ടാങ്കിളിനകത്ത് ഒരു പിക്സൽസിനകത്ത് ഒരു വാല്യൂസ് ചെയ്തിരിക്കുക. അപ്പൊ നമ്മൾ അതിനകത്ത് ഒരു ഗ്രേ സ്കെയിൽ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ അതിനെ മാത്രം സെലക്ട് ചെയ്യുന്നു. അപ്പൊ അതിന്റെ ഒരു നെയ്ബർഹുഡ് ആയിട്ടുള്ളതിനെ എടുക്കുന്നെന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു പിക്സലിന്റെ നെയ്ബർഹുഡ് എന്ന് പറയുമ്പോൾ മുകളിലും താഴെയും സൈഡിലും എല്ലാം വരുന്നതിനെ ഇവിടെ ഡിസ്കസ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതിന്റെ ഒരു ഇക്വേഷൻ വി ഡിഫൈൻഡ് ദ ഓപ്പറേറ്റർ ടി അപ്ലൈഡ് ഓൺ എഫ് ഓഫ് എക്സ് ഈസ് ഓവർ
a signal pixel for signal pixel xy which is called a point processing as shown in the figure 1b. അതായത് ഫിഗർ 1ബിയില് നമുക്കറിയാം ഇവിടെ സിംഗിൾ പിക്സൽസിനെ നമ്മളൊരു പോയിന്റ് പ്രോസസ്സിംഗ് എന്നുള്ള രീതിയിൽ വരുന്നതാണ്. നമ്മൾ അതിൻ്റെ അത് അതിനെ മാത്രം സെലക്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ് ഫിഗർ ബി. സം നെയ്ബർഹുഡ് ഓഫ് പിക്സൽ വിച്ച് ഈസ് എ നെയ്ബർഹുഡ് പ്രോസസ്സിംഗ്, അതാണ് ഫിഗർ സിയില് വന്നിരിക്കുന്നത്. ടി മേ ബി ഓപ്പറേറ്റ് എ സെറ്റ് ഓഫ് ഇൻപുട്ട് ഇമേജ് ഇൻസ്റ്റെഡ് ഓഫ് എ സിംഗിൾ image. The principal approach defining a neighborhood about a point f of xy is to be use a square of rectangular sum image are centered at xy as shown in a figure 1. The center of the sum image is moved from pixel to pixel starting at the top left corner. അതായത് അത് എവിടെയായിരിക്കും ചെയ്യുന്നത്? ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ നിന്നായിരിക്കും അതിന്റെ ഒരു ട്രാൻസ്ഫർമേഷൻ ചെയ്യുന്നത്. The operator T is applied for each location FOSI to yield the output of given location. അതായത് പോയിന്റ് പ്രോസസ്സിംഗ് ഈസ് ദ സിംപ്ലസ്റ്റ് കേസ് ഓഫ് സ്പാഷ്യൽ ഡൊമൈൻ. അതായത് നമ്മൾ ഒരിടത്തു നിന്ന് ഒന്നിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നത് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് വേറെ ഔട്ട്പുട്ട് അറ്റ് xy only depends on the input intensity at the same point as the shown in figure 3. It is the memory-less operation. In this case, pixels of same intensity get the same. അതായത് പോയിന്റ് ഓപ്പറേഷൻസിലാണെങ്കിൽ നമ്മളിവിടെ അതിനെ അതുപോലെ തന്നെ വേറൊന്നിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുവാണെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിനെ ആ ഒരു ഇതിന്ന് അടുത്ത ഇതിനകത്തേക്ക് എങ്ങനെയായിരിക്കും ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ ലെറ്റസ് ഷോ see these transformation എങ്ങനെയായിരിക്കും ടേക്ക് പ്ലേസ് ചെയ്യുന്നത്. പെർഫോം ദ ട്രാൻസ്ഫർമേഷൻ g1 of v equal to v plus 1 on the image. അപ്പം f of xy എന്നുള്ളതിന്റെ ഒരു വാല്യൂസ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിനെ എല്ലാത്തിനെയും ഒരു ഇതിലേക്ക്, അപ്പം ഇവിടെ ഇതിൽ നിന്ന് നമ്മൾ അടുത്ത ഇതിലേക്ക് മാറി അവിടെ നോക്കിയാൽ അതിന്റെ വാല്യൂസ് തന്നിട്ടുണ്ട് -2 -1 0 0 1 2. അപ്പൊ നമ്മൾ അതിനെ ഒരു പൊസിഷൻ മാറ്റുവാണെങ്കിൽ നമ്മൾ അതിനെ ഇതിനു വേണ്ടിയാണ് നമ്മൾ +1 ആഡ് ചെയ്യുന്നു. അപ്പൊ അതിന്റെ വാല്യൂസ് കിട്ടുന്നതാണ് ഇവിടെ -2ലേക്ക് വരുമ്പോഴത്തേക്ക് -1 0 1 1 2 3. അപ്പൊ ആ രീതിയിലാണ് നമ്മൾ അതിന്റെ പോയിന്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. നമ്മൾ ഒരു പൊസിഷൻ മാറ്റുമ്പോൾ നമ്മൾ ആ കെട്ടിരിക്കുന്ന വാല്യൂസിനെ നമ്മൾ +1 ആഡ് ചെയ്തിട്ട് നമ്മൾ ആ രീതിയിൽ ചെയ്യുന്നതാണ് നമ്മളിവിടെ പോയിന്റ് ട്രാൻസ്ഫർമേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ആദ്യത്തെ ഒരു കേസ് എന്നിരിക്കുന്നത് നമ്മൾ അതിനെ തന്നെ നെയ്ബർഹുഡ് പ്രോസസ്സിംഗ്, അപ്പൊ ആ ഒരുതിനെ തന്നെ നമ്മൾ മുമ്പേ പറഞ്ഞ അതിനെ തന്നെ നമ്മളൊന്ന് ജസ്റ്റ് അതിനെ മാത്രമായിട്ട് ലൊക്കേറ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് പോയിന്റ് പ്രോസസ്സിംഗ് ആൻഡ് സീറോ മെമ്മറി ഓപ്പറേറ്റ്സ് where a given gray level values of a individual pixels in the input image equal to is mapped into a gray levels ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്തത് കോൺട്രാക്ട് സ്ട്രെച്ചിങ്. അപ്പൊ പോയിന്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മളറിയാം അവിടുത്തെ ആ ഏത് ഒരു മെട്രിക്സിനകത്ത് ഏതാണോ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അതിനെ മാത്രം, ആ ഒരു പിക്സൽസിനെ മാത്രം നമ്മൾ ഇപ്രയിലേക്ക് മാറ്റി വെക്കുന്നതിനാണ് പോയിന്റ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നതെങ്കിൽ അടുത്തത് കോൺട്രാക്ട് സ്ട്രെച്ചിങ്. ഈ കോൺട്രാക്ട് സ്ട്രെച്ചിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ആ പിക്ചറിൽ കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ അകത്തൊരു ഡൾ ആയിട്ട് ഇരിക്കുന്ന ഒരു പിക്ചറിനെ നമ്മൾ എന്തായിരിക്കും ഇമേജ് എൻഹാൻസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, ആ പിക്ചറിന് മുമ്പ് വിവേക് പറഞ്ഞു ഇമേജ് എൻഹാൻസ്മെന്റ് എന്ന് പറഞ്ഞാല് നമ്മൾ അതിന്റെ ഒരു ക്വാളിറ്റി കൂട്ടുവാണ്. അതായത് ഇവിടെ കണ്ടോ ഒരു ലോ കോൺട്രാസ്റ്റ് ഇമേജിനെ എൻഹാൻസ്ഡ് ഇമേജ് ആയിട്ട് വന്നിരിക്കുന്ന നമുക്ക് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സംഭവങ്ങളെല്ലാം മറ്റേന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ഒരു വൈറ്റ് കളർ ഉള്ള ഒരു ഫ്ലവർ ആണ് തോന്നുന്നെങ്കിൽ അത് ഇപ്പറേ വരുമ്പോഴത്തേക്കും നമുക്ക് അതിന്റെ ബ്രൈറ്റ്നെസ്സും അതിന്റെ സൈഡിലുള്ളത് എന്താണ് എന്നുള്ള സംഭവങ്ങളെല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പൊ ആ രീതിയിൽ ചെയ്യുന്ന ഒരു സംഭവത്തിനാണ് നമ്മൾ ഇമേജ് കോൺട്രാസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ കോൺട്രാസ്റ്റ് ഇമേജ് ചെയ്യുന്നതിന് വേണ്ടി എന്തൊക്കെ സംഭവങ്ങളാണ് ഇവിടെ നടക്കുന്നത് ഉള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കിയാച്ചാൽ മതി കോൺട്രാസ്റ്റ് ഫോർ സ്ട്രെച്ചിങ്, അതിന്റെ ഒരു ക്ലിപ്പിംഗ്, ത്രെഷോൾഡിങ്, അപ്പൊ അതൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു കാര്യമാണ് ഇവിടെ പറയാൻ പോകുന്നത്. A contrast between two levels x1 and x4 are defined the absolute values of the difference between x1 and x2. Good contrast in an image is to important distinguish in detail cells. They will merge in a background. Low contrast image occur due to a barred or non-uniform illumination condition or due to
non-linearity of an image acquisition device. Figure shows give an example of a low contrast image where the detail in the lost in the background. This low contrast image is the background lost, background details lost. Value remapping by contrast stretching is the process. They expand the range of levels so that all the levels contribute to the image. The main idea to reduce the low level gray values. Main idea എന്ന് പറയുമ്പോൾ അതിന്റെ reduce ചെയ്യാണ് അതിന്റെ low level ആയിട്ടുള്ള gray level values and to increase the mid-range gray values so that an artificial contrast is created between the two set of gray values. The contrast between gray values is thus stretched from both sides. അപ്പൊ അതിന്റെ ഒരു ട്രാൻസ്ഫർമേഷൻ ഈസ് ഡിഫൈൻ മാത്തമാറ്റിക് ആയിട്ട് അതിന്റെ ട്രാൻസ്ഫർമേഷൻ എങ്ങനെയായിരിക്കും ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു ഇക്വേഷൻസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് നമ്മളിന്ന് നോക്കുക. ഇപ്പൊ അതിന്റെ കോൺട്രാസ്റ്റ് സ്ട്രെച്ചിങ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ നോക്കി അറിയാം, ഒരു പിക്ചർ ഉണ്ടെങ്കിൽ ആ പിക്ചറിന്റെ കുറച്ച് പോയിന്റുകൾസ് തന്നെ നമ്മളിങ്ങനെ സ്ട്രെച്ച് ചെയ്ത് നമ്മൾ XY ഡയറക്ഷനിൽ വരുമ്പോഴത്തേനെ അതിനെ ഒരു ഇത് ചെയ്തിരിക്കുകയാണ് അതിന്റെ ഒരു വാല്യൂസ്. എന്നിട്ട് നമ്മൾ അതിന്റെ അകത്തുനിന്ന് മെയിൻ ആയിട്ട് നമുക്ക് കിട്ടുന്ന സംഭവത്തിനെ പോയിന്റ് ഔട്ട് ചെയ്തെടുക്കുന്നതാണ് നമ്മളവിടെ ക്ലിപ്പിംഗ് എന്ന് പറഞ്ഞത്. അപ്പൊ എന്നിട്ട് നമ്മൾ അതിനെ ഒരു കറക്റ്റ് ആയിട്ടൊരു ഇതിലേക്ക് ത്രഷോൾഡ് ചെയ്യാം. അപ്പൊ ആ പിക്ചറിൽ മനസ്സിലായി ക്ലിപ്പിംഗ് എന്താണ്, ത്രഷോൾഡിങ് എന്താണെന്ന് നിങ്ങൾക്ക് ഇതിനകത്ത് ഈ പിക്ചറിൽ നിന്ന് മനസ്സിലാവും. ഇത് കോൺട്രാസ്റ്റ് സ്ട്രെച്ചിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ സ്ട്രെച്ച് ആയിട്ടുള്ള എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമ്മൾ ലൊക്കേറ്റ് ചെയ്ത് വെക്കുന്നു. അപ്പൊ അതിനകത്ത് നമ്മൾ ആ കുറച്ച് സ്ട്രെച്ച് ആയിട്ടുള്ളതിനെയൊക്കെ ആയിട്ട് മാറ്റിയിട്ട് ഒന്ന് ക്ലിപ്പ് ചെയ്തെടുക്കുന്നു. അതിനെ ഒരു സ്ട്രെയിറ്റ് ആക്കി എടുക്കുന്നു, ത്രഷോൾഡിങ് ചെയ്യുന്നു. അപ്പൊ നമുക്കൊരു കറക്റ്റ് ആയിട്ടുള്ള ഇതിക്കണം. ഇതിനകത്ത് ക്ലിപ്പിംഗ് എന്താണ്, ത്രഷോൾഡിങ് എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പുറകെ വരുന്നുണ്ട്. അപ്പം ഈ ക്ലിപ്പിംഗ് ആൻഡ് ത്രഷോൾഡിംഗ് ആണ് ടു സ്പെഷ്യൽ കേസ് ഓഫ് കോൺട്രാസ്റ്റ് സ്ട്രെച്ചിങ്. അതായത് ക്ലിപ്പിംഗ് എന്ന് പറയുന്നത് ഇഫ് ആൽഫ ഈക്വൽ ടു ഗാമ ഈക്വൽ 0 ദിസ് ഈസ് കോൾഡ് എ ക്ലിപ്പിംഗ്. രണ്ട് 0 ആയിട്ട് വരുവാണെങ്കിൽ അതിനെ ക്ലിപ്പിംഗ് എന്നാണ് പറയുന്നത്. ദിസ് ഓപ്പറേഷൻ സ്ട്രെച്ചസ് ദ കോൺട്രാസ്റ്റ് ടു ദ മാക്സിമം ഇൻ ദ ലിമിറ്റഡ് range of original gray values. All the gray level value outside the windows are either mapped to 0 or a maximum values. ഒന്നെങ്കിൽ അതിനെ മാപ്പ് ചെയ്ത് 0യിലേക്ക് മാറ്റും, അല്ലെങ്കിൽ മാക്സിമം വാല്യൂ. Thus the clipping allows to focus all the available contrast onto the required range. ഒന്നെങ്കിൽ അതിനെ 0യിലേക്ക് അല്ലെങ്കിൽ അതിന്റെ ഒരു മാക്സിമം വാല്യൂസ് പറഞ്ഞിരിക്കുന്നതിലേക്ക് നമ്മളൊരു ക്ലിപ്പ് ചെയ്യുന്ന, അതിനാണ് ക്ലിപ്പിംഗ് എന്ന് പറയുന്നത്. നമ്മൾ മുമ്പേ കണ്ടു ആ ഒരു പോയിന്റ്സിനെ നമ്മളൊരു ഇതിലേക്ക് ക്ലിപ്പ് ചെയ്ത് എടുക്കുന്ന. ദിസ് ഈസ് എസ്പെഷ്യലി യൂസ്ഡ് ബൈ വ്യൂയിങ് മെഡിക്കൽ ഇമേജ് സച്ച് ആസ് CT ഇമേജസ്. അതായത് CT ഇമേജസിനകത്തൊക്കെ നമുക്കറിയാം, നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ അതിനകത്ത് CT ഇമേജസിനകത്ത് CT സ്കാനിന്റെ അകത്ത് നമുക്ക് കുറച്ചൊക്കെ ഉള്ളൊരു ഇമേജസ് കാണാം. കാരണം എന്നാലും മൈന്യൂട്ട് ആയിട്ടുള്ളത് നമുക്കൊന്ന് കാണാൻ പറ്റത്തില്ല. അപ്പൊ അതാണ് CTS ഇമേജിനകത്ത് ഈ ത്രഷോൾഡിങ് ആൽഫ ഈക്വൽ ടു ഗാമ ഈക്വൽ ടു 0, A ഈക്വൽ ടു B ഈക്വൽ ടു T. ദിസ് റീമാപ്പിംഗ് ഈസ് കോൾഡ്. ഇങ്ങനെയുള്ളൊരു റീമാപ്പിങ്ങിനാണ് ത്രഷോൾഡിങ് എന്ന് പറയുന്നത്. ആ ഷോൺ ഇൻ ഫിഗർ 5C. അതായത് ത്രഷോൾഡിങ്ങിനകത്ത് നിങ്ങൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. 5Cയില് മനസ്സിലാവും ഇതിന്റെ അകത്തെ ത്രഷോൾഡിങ് എന്നുള്ളൊരു സംഭവത്തിനകത്ത് എന്താണെന്നുള്ളത്. C എന്ന് പറയുമ്പോഴത്തേനും ത്രഷോൾഡിങ് എന്ന് പറയുമ്പോഴത്തേനും ഈ ക്ലിപ്പ് ചെയ്തിരിക്കുന്ന ഈ സംഭവത്തിനെ കുറച്ചുകൂടെ നേരെയാക്കി സ്ട്രെയിറ്റ് ആക്കി എടുക്കുന്ന ഒരു സംഭവമാണ് ത്രഷോൾഡിങ്. അതായത് 5C ത്രഷോൾഡിങ് എന്ന് പറയുന്നത്. ആ ഷോൾഡിങ് 5C. ദിസ് ഓപ്പറേഷൻ ബൈനറീസ് ഓൺലി 2 വാല്യൂസ്. അവിടെ നിന്ന് പറയുമ്പോൾ അതിനെ ത്രഷോൾഡ് ചെയ്ത് 2 വാല്യൂസ്, ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ 1. അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു ഇതിലേക്ക് വന്നിരിക്കുന്നത്. എ സൂട്ടബിൾ ത്രഷോൾഡ് വാല്യൂസ് 1 is chosen on the gray level similar than T are mapped to 0, whereas all the gray level greater than or equal to T are mapped to a maximum values. This is a very useful operation in image processing application. Binarization is generally done before the segmentation or a region extractions. അപ്പം ഇതിനകത്തൊരു ഫിഗർ ഷോയിൽ കാണിക്കുന്ന എഫക്റ്റ് ഓഫ് ത്രഷോൾഡിങ് എന്നുള്ളൊരു കേസ് വരുമ്പോഴത്തേക്കും ഇതിന്റെ ഒറിജിനൽ ഇമേജ് ഇതാണ്. ആ ഇമേജിനെ നമ്മൾ നമുക്ക് മനസ്സിലായി ഇതിനകത്ത് ബൈനറി ഇമേജസിലേക്ക് നമുക്ക് മാറ്റുമ്പോൾ അതറിയാം, നമുക്ക് അതിനെ അറിയാം. അതിനെ 0യും 1ലേക്കും നമ്മൾ മാറ്റുകയാണ് ചെയ്യുന്നത് ഏതൊരു ഇതിനെയും. ഇതിന്റെ ഒരു കേസിൽ അപ്പൊ അതിൻ്റെ അകത്ത് ത്രഷോൾഡിങ് എന്തായിരിക്കും നമുക്കറിയാം. 0 ആയിട്ടുള്ളതിനെ നമ്മൾ സ്ഥിരമാക്കുന്നു. അതായത് അല്ലാത്ത ഒരു കേസിലെ എല്ലാത്തിനെയും നമ്മൾ ഒരു റേഞ്ച് പറയുകയാണ്. അതായത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്
പെർഫോം ത്രെഷോൾഡിംഗ് ഓൺ ഇമേജ് സെഗ്മെന്റ്. ഇപ്പൊ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ത്രെഷോൾഡിംഗ് എന്നാണെന്ന് വായിക്കാം. എഫ് ഓഫ് എക്സ് വൈ വിത്ത് ടി ഈക്വൽ ടു 128. ടി ഈക്വൽ ടു 128 വരെ ഉള്ളതിനെ നമ്മൾ എന്താക്കി മാറ്റണം? 128 വരെയുള്ള വാല്യൂസിനെ ബൈനറി ആയിട്ടുള്ള സീറോയിലേക്കും അല്ലാത്തൊരു കേസിനെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു സെക്കൻഡ് പറയാവേ. ത്രിശൂലിംഗ് ഓൺ ഇമേജ്. അപ്പം ഇവിടുത്തെ കേസ് ഇവിടെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പൊ 0, 10, 50, 100, 5, 95, 150, 200, 110, 150, 190, 210, 170, 210, 255, 100. ഈ 100 എന്നുള്ള വാല്യൂസ് മാറ്റിയിട്ട് നിങ്ങൾ ഏതെങ്കിലും 200 എന്നോ അങ്ങനെ എന്തെങ്കിലും മാറ്റണം. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ടിയുടെ ഒരു വാല്യൂസ് ആണ് നമുക്ക് ഇവിടെ തരുന്നത്. അതായത് ടി 128 വരെ നമുക്ക് എന്ത് മാറ്റാം? അതിന്റെ വാല്യൂസിനെ നമ്മൾ 0യും 255 ആയിട്ട് നമ്മൾ മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പം ഇവിടുത്തെ ഒരു കേസ് ഒന്നെങ്കിൽ അതിനെ ത്രെഷോൾഡ് വാല്യൂസ് എന്ന് പറയുമ്പോഴത്തേക്കും ത്രെഷോൾഡ് ഷോസ് ആൻ എക്സാമ്പിൾ ഓഫ് ത്രെഷോൾഡിംഗ് വിത്ത് ടി ഈക്വൽ ടു 110. അപ്പൊ നമ്മൾ അതല്ലെങ്കിൽ അതിന്റെ ഒന്നെങ്കിൽ 1ലേക്ക് മാറ്റാം, അല്ലെങ്കിൽ അതിന്റെ മാക്സിമം വാല്യൂസ് എന്നുള്ളതാണ് നമ്മൾ 255ലേക്ക് മാറ്റുന്നത്. അപ്പൊ ഇവിടെ നോക്കിയാൽ മതി, നമുക്ക് അതിനകത്ത് ഓരോ ഇതിന്റെയും പോയിന്റിന്റെ ഗ്രേസിന്റെയും വാല്യൂസ് തന്നിട്ടുണ്ട്. ആ വാല്യൂസിൽ അതായത് 0 എന്നുള്ളത് നമ്മൾ 0 തന്നെ ആക്കി. 10 എന്നുള്ള കേസിൽ വിവേക് ഏതാ വരുന്നത്? 10 ഈക്വൽ ടു 128 വരെ നമുക്ക് എന്ത് വരാം? സീറോസ് എന്നുള്ള ഒരു വാല്യൂസ് ആയിട്ട് നമുക്ക് അതിനെ ത്രെഷോൾഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് അതിന്റെ ബ്രൈറ്റ്നെസ് മാറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം 10 എന്നുള്ള വാല്യൂസിനെ നമ്മൾ എന്താക്കി മാറ്റി? 0 എന്ന് ആക്കി. 50 0 ആക്കി. 100 0 ആക്കി. 5 എന്നുള്ള 0 ആക്കി. 95. 150 എന്ന് പറയുമ്പോഴത്തേനും 128ന് മേലെയാണ്. അപ്പൊ അതുകൊണ്ടാണ് അതെന്താക്കി മാറിയത്? 255. ഒന്നെങ്കിൽ അതിന്റെ മാക്സിമം വാല്യൂസിലേക്ക് മാറ്റി. 255. 200 വന്നപ്പം 255 വന്നു. കണ്ടോ? 110 എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അതിൽ എന്തിലേക്ക് പോയി? 0യിലേക്ക് പോയി. 150 എന്ന് പറയുമ്പോഴത്തേക്കും 255. 190 255. അപ്പൊ ഇവിടെ ലാസ്റ്റത്തെ ഒരു വാല്യൂസിന് മാത്രം ഇച്ചിരി മിസ്റ്റേക്ക് ഉണ്ട്, അതൊന്നും മാറ്റിയാൽ മതി. നിങ്ങൾക്ക് 135 ഏതെങ്കിലും ഒന്ന് മാറ്റിയാൽ മതി. അപ്പം ത്രെഷോൾഡിംഗ് എഫക്റ്റ് ഓഫ് ത്രെഷോൾഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായോ? വിവേക് മനസ്സിലായോ? മനസ്സിലായോ? അപ്പൊ ഈ ഒരു ഇത് സാധാരണ ചോദിക്കുന്നതാണ്. ക്ലിപ്പിംഗ് ആൻഡ് ത്രെഷോൾഡിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം കോൺട്രാസ്റ്റ് സ്ട്രെച്ചിങ് എന്താണ്? ഇതിനകത്ത് 2-3 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ്. ഒന്ന് കോൺട്രാസ്റ്റ് സ്ട്രെച്ചിങ്. അപ്പൊ കോൺട്രാസ്റ്റ് സ്ട്രെച്ചിങ്ങിന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മെയിൻ ആയിട്ട് ഇങ്ങനത്തെ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു പിക്ചർ വരയ്ക്കുക. അതിനെ കൂടുതൽ ബ്രൈറ്റ് ആയിട്ടുള്ള രീതിയിൽ ഒരു പിക്ചർ വരച്ച് നിങ്ങൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കുക. നമ്മൾ അതായത് ഇമേജിന്റെ ക്വാളിറ്റി കൂട്ടുന്നതാണ്. അപ്പൊ അതിനകത്ത് ഉപയോഗിക്കുന്ന 2 ടെക്നിക്സ് ആണ് ക്ലിപ്പിംഗ് ആൻഡ് ത്രെഷോൾഡിംഗ്. അപ്പൊ ക്ലിപ്പിംഗ് എന്താണ്, ത്രെഷോൾഡിംഗ് എന്താണ് എന്നുള്ളത് വരയ്ക്കുക. അതുപോലെ തന്നെ ത്രെഷോൾഡിങ്ങിന്റെ ഒരു കേസിൽ ഇങ്ങനത്തെ ഒരു രീതിയിൽ ഒരു പിക്ചർ ഒക്കെ വരച്ച് അതിന്റെ ഒരു മെട്രിക്സിന്റെ ഫോർമാറ്റ് ഒക്കെ വരച്ചിട്ട് വേണം നിങ്ങൾക്ക് ഇത് ചോദിക്കുന്നത്. ഇത് തന്നെയായിട്ടാണെങ്കിലും എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാനത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന്റെ ക്വയ്സിൽ എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്, അപ്പൊ അതിനകത്ത് ചോദിച്ചിരിക്കുന്നതാണ്. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളത് ചെയ്യേണ്ടതുമാണ്. നിങ്ങളത് പഠിച്ചിരിക്കേണ്ടതുമാണ്. വളരെ ഇമ്പോർട്ടന്റ്, എക്സാമിന് ചോദിക്കുന്നത്. ഇനി ഡിജിറ്റൽ നെഗറ്റീവ്. ഡിജിറ്റൽ നെഗറ്റീവ് ഓഫ് ആൻ ഇമേജ് വിത്ത് ഇന്റൻസിറ്റി ലെവൽ 0 to L-1 obtained by using negative transformation shown which is given by the expressions x equal to L-1 -1. അപ്പൊ നമുക്കറിയാം ഏതെങ്കിലും ഒരെണ്ണത്തിനാണെങ്കിൽ ഡിജിറ്റൽ നെഗറ്റീവ് എങ്ങനെയാക്കി മാറ്റുന്നത് എന്നുള്ളതാണ് ഇതിന്റെ. ഇൻ ദിസ് ട്രാൻസ്ഫോർമേഷൻ ഹൈയസ്റ്റ് ഗ്രേഡ് ലെവൽ ഈസ് മാപ്ഡ് ടു എ ലോവസ്റ്റ് ആൻഡ് വൈസ് വെർസ. ഫോർ ആൻ 8-bit ഇമേജ് ദ ട്രാൻസ്ഫോർമേഷൻ ഈക്വൽ ടു എന്തായിരിക്കും? GX equal to 255 - 6. ഇപ്പം
If R equal to 20 dark pixel, X ന്റെ വാല്യൂസ് എന്തായിരിക്കും? അപ്പൊ അവിടെ വരുന്നത് എല്ലാത്തിന്റെയും ഈ എങ്ങനെയായിരിക്കും അതിന്റെ ട്രാൻസ്ഫോർമേഷൻ, നെഗറ്റീവ് വാല്യൂസിന്റെ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് 255 മൈനസ് 6. അപ്പൊ ആറിന്റെ വാല്യൂസ് 20 ആണെങ്കിൽ 255 ആ 20 മൈനസ് ചെയ്തിട്ട് വരുന്ന വാല്യൂസ് വരുമ്പോൾ 235 എന്ന് പറയുമ്പോഴത്തേന് അത് ബ്രൈറ്റ് ആകും. F equal to 125 എന്ന് പറയുമ്പോഴത്തേക്കും 255 മൈനസ് 125 130. അപ്പം ആ രീതിയിൽ അതിനെയാണ് ഡിജിറ്റൽ നെഗറ്റീവ്. ഇങ്ങനത്തെ ഒരു ടെക്നിക്സ് വിവേകം മനസ്സിലായോ? ഇത് ചോദിക്കുന്നതാണ് ഡിജിറ്റൽ നെഗറ്റീവ്. അപ്പം അതിന്റെ വാല്യൂസ് നമുക്കറിയാം. അതിന്റെ മാക്സിമം വാല്യൂസ് എന്ന് പറയുന്നത് 255 ആണ്. 255 എന്ന ആറിന്റെ വാല്യൂസ് ഇങ്ങനെ ചെയ്ത് കുറച്ച് ഇങ്ങനെ നമ്മൾ അതിന്റെ ബ്രൈറ്റ്നെസ് കൂട്ടുന്നതിനാണ് ഡിജിറ്റൽ നെഗറ്റീവ് ഓഫ് ആൻ ഇമേജ് എന്ന് പറയുന്നത്. വിവേക പിടികിട്ടിയോ സംഭവം? ചോദിക്കുന്നതാണ് എക്സാമിന്. എങ്ങനെയാണ് അതിനെ ബ്രൈറ്റ്നെസ് ആക്കുന്നത് ഡിജിറ്റൽ ഇമേജില്? ക്ലിയർ ആയോ ആ പോയിന്റ്? ക്ലിയർ ആയോ? Note that the middle gray level has not changed much, whereas dark gray level has become brighter. The transformation is generally used to enhance a white details embedded in the dark region. ഒരു സെക്കൻഡ്, ലാപ്ടോപ്പിന്റെ ബാറ്ററി അപ്പം ആ രീതിയിൽ മാറ്റുന്ന. അപ്പം ഫൈൻഡ് ദ ഇമേജ് ഓഫ് ദ നെഗറ്റീവ് ട്രാൻസ്ഫർമേഷൻ ഓഫ് ആൻ ഇമേജ്. അപ്പം സീറോയുടെ എന്തായിരിക്കും? വിവേക് ഒന്ന് പറഞ്ഞേ. സീറോ അടുത്ത അതിന്റെ നെഗറ്റീവ് ഓഫ് ദ ഇമേജിന്റെ വാല്യൂ എത്ര ആയിരിക്കും? സീറോ വരുമ്പം സീറോ ആണെങ്കിൽ എന്തായിരിക്കും? 255 എന്ന് ഇവിടെ ടേബിളിൽ കൊടുത്തിരിക്കുന്നത് കാണുന്നത്. അതെങ്ങനെയാണ് കിട്ടിയിരിക്കുന്നതെന്ന് അറിയോ? ടേബിളിൽ താഴത്തെ ടേബിളിൽ നോക്കട്ടെ. 255 മൈനസ് 0. 255 മൈനസ് 0. ഓ 10 വരുമ്പോഴോ 255 മൈനസ് 10. 10 50 വരുമ്പോഴോ 255 മൈനസ് 50. അപ്പൊ ആ രീതിയിലാണ് നമ്മൾ അതിന്റെ നെഗറ്റീവ് വാല്യൂസ് മാറ്റുന്നത്. അപ്പൊ അത് എക്സാമിന് ചോദിക്കുന്നതാണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മളോട് ചോദിക്കുന്നതാണ്. ഫൈൻഡ് ദ നെഗറ്റീവ് ഇൻഫർമേഷൻ ഓഫ് ആൻ ഇമേജ് ചോദിക്കുന്നതാണ്. ഞാൻ വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഏഞ്ചൽ പിടികിട്ടിയോ? ഇന്ന് പഠിച്ച 2-3 സംഭവം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ ഏഞ്ചൽ ഓക്കെ. ഇന്നത്തേത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ചോദിക്കുന്ന എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഇന്റൻസിറ്റി ലെവൽ സ്ലൈസിങ്. എ വേരിയന്റ് ഓഫ് ത്രെഷോൾഡിംഗ് ഈസ് എ ഇന്റൻസിറ്റി ലെവൽ സ്ലൈസിങ് or a double thresholding. It is used to highlight a range of intensity values of values of interest in the image. In this operation, all the gray level values in a window A to B are to be maximum gray level, and all the gray levels outside the range are set to 0. അപ്പം അതിന്റെ ഒരു നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഒരു വാല്യൂസ്, ഗ്രേ ലെവൽ വാല്യൂസ് എന്ന് പറഞ്ഞാൽ A to B എന്ന് പറയാം, ഇന്റൻസിറ്റി ലെവൽ സ്ലൈസിങ് എന്നുള്ളൊരു പദക. അപ്പൊ ഇവിടെ നമ്മളൊരു അതിന്റെ ട്രാൻസ്ഫോർമേഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ എക്കും ബിക്കും ഇടയിലുള്ള ആ ഒരു വിൻഡോയ്ക്ക് ഇടയിലുള്ളതിനെ all the gray level values in the window A to B are set to be maximum gray level. All the gray level outside the range are അതിന്റെ ഒരു ഔട്ട്സൈഡിലുള്ള റേഞ്ച് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യും? സെറ്റ് ടു 0 ആയിട്ട് സെറ്റ് ചെയ്യുന്ന ഒരു ഇതാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ഇന്റൻസിറ്റി ലെവൽ സ്ലൈസിംഗ് ഈസ് എ ബൈനറൈസേഷൻ ഓപ്പറേഷൻ. ആസ് എ റിസൾട്ടിംഗ് ഇമേജ് ഹാസ് ഓൺലി 2 ഗ്രേ ലെവൽ വാല്യൂസ് 0 and M. Mostly the technique is to remove the unwanted എലമെന്റ്സ്. ഇത് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ അൺവാണ്ടഡ് ആയിട്ടുള്ള എലമെന്റ്സിനെ കട്ട് ചെയ്യുന്നത്, കളയുന്നതിനെ ക്ലട്ടർ എന്ന് പറയാൻ ഫ്രം ആൻ ഇമേജ് സോ ദാറ്റ് ദ യൂസ്ഫുൾ ഇൻഫർമേഷൻ ബിക്കം പ്രൊമിനന്റ്. എന്നിട്ട്
അൺവാണ്ടഡ് ആയിട്ടുള്ള തിങ്സിനെ കട്ട് ചെയ്തിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷനെ പ്രൊമിനന്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ആപ്ലിക്കേഷൻ ആർ എൻഹാൻസിങ് സർട്ടൻ ഫീച്ചേഴ്സ് വിച്ച് ആർ ബേസ്ഡ് ഓൺ ദ ഗ്രേ ലെവൽ വാല്യൂസ് സച്ച് ആസ് മാസ് ഓഫ് വാട്ടർ ഇൻ എ സാറ്റലൈറ്റ് ഇമേജ്, ക്യാൻസർ സെല്ലിൻസിന് മോണോഗ്രാം ഇമേജസ്. ഇത് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ആർ എൻഹാൻസ്മെന്റ് സർട്ടൻ ഫീച്ചേഴ്സ് ബേസ്ഡ് ഓൺ ദ ഗ്രേ ലെവൽസ് വാല്യൂസ്. അതായത് ഗ്രേ വാട്ടറിന് സാറ്റലൈറ്റ്സ് ഇമേജസ്, മാസ് ഓഫ് വാട്ടറിന് such as mass of water in a satellite. ഇനി ക്യാൻസർ സെൽസിന് മോണോഗ്രാം ഇമേജസിനകത്തിന്റെ അകത്തുള്ള ക്യാൻസർ സെൽസ് ഇതിനൊക്കെ നോക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതിനിരിക്കുന്നത്. സംടൈംസ് വി വിഷ് ടു റീറ്റെയിൻ ദ ഒറിജിനൽ ഇമേജ് ആസ് എ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ഹൈലൈറ്റ് ഇൻ എ ഗ്രേ ലെവൽസ് ഇൻ ദ വിൻഡോസ്. ഫോളോയിങ് ട്രാൻസ്ഫർമേഷൻ ക്യാൻ ബി യൂസ്ഡ്. അപ്പം ആ ഒരു ഇതിന്റെ ട്രാൻസ്ഫർമേഷന് നമ്മൾ എങ്ങനെയായിരിക്കും ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഏത് ട്രാൻസ്ഫർമേഷൻ, അടുത്തൊരു ട്രാൻസ്ഫർമേഷൻ ഇവിടെ പറയുന്നത് എക്സ് ഈക്വൽ ടു എം ടു ആർ, എ ലെസ് ആർ ഈക്വൽ ടു ആർ ഓർ ബി, അതർവൈസ് ഒരു ഇക്വേഷൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ സൊല്യൂഷൻ ഇവിടെ വീണ്ടും പറഞ്ഞിരിക്കുകയാണ്, ഒരു റേഞ്ച് പറഞ്ഞിട്ടുണ്ട്, 220 പറഞ്ഞിട്ടുണ്ട്, 9 to 160 പറഞ്ഞത്. ഇൻ കേസ് ഗ്രേ ലെവൽ വാല്യൂസ് 90 ആൻഡ് ഗ്രേറ്റർ ദാൻ 160 ആർ റൗണ്ടഡ് ടു ഡേ. 90 to 160, അതായത് 160യുടെ ഇത് വരെ വരുന്നത് 160 ആർ റൗണ്ട് ടു സ്റ്റീർ ആൻഡ് ദ ഗ്രേ ലെവൽസ് ബിറ്റ്വീൻ ദ റേഞ്ചസ് ആർ സെറ്റ് ടു. അതിന് ഇടയ്ക്കുള്ള ഇത്, അതായത് ലെസ് ദാൻ 90നും 160ക്കും മുകളിലുള്ളതിനെ നമ്മൾ എന്തായിട്ട് റൗണ്ട് ചെയ്യും? 0 ആയിട്ടും. പിന്നെ and the gray levels between the ranges are set to വിധിക്കുന്നത്. അതായത് അതിന്റെ ഇടയ്ക്കുള്ള റേഞ്ചിലെ നമ്മൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? 220 ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പൊ ദിസ് ട്രാൻസ്ലേഷൻ പ്രൊഡ്യൂസ് എ ബൈനറി ഇമേജ്. ഇങ്ങനെ ചെയ്ത് കിട്ടുന്ന ഒരു ബൈനറി ഇമേജ് ആയിരിക്കും. എന്താന്ന് പിടികിട്ടിയോ? വിവേകം മനസ്സിലായോ എന്താണ് ഞാൻ പറഞ്ഞെന്നുള്ളത്? 90ക്കും 160ക്കും ഇടയ്ക്കുള്ളതിനെ എന്തായിട്ട് മാറ്റും? 0 ആക്കിയിട്ട് മാറ്റും. അല്ല, 220 ആക്കിയിട്ട് മാറ്റും. 220 ആക്കി മാറ്റും. അതായത് 90യും 160യും ഇടയ്ക്കുള്ളതിനെ 220 ആയിട്ടും, അതർവൈസ് അതിന്റെ താഴെ ഉള്ളതും 160ക്ക് മേലെ ഉള്ളതിനെ എന്താക്കി മാറ്റും? 0 ആക്കി മാറ്റും. അപ്പൊ ആ ഒരു ടെക്നിക്സ് ആണ്. അപ്പൊ നമ്മളോട് ആ ഇത് ഇവിടെ പറഞ്ഞിരിക്കും, ആ റേഞ്ച് വെച്ചിട്ട് നമ്മൾ വരച്ചിട്ട് ആ രീതിയിൽ ചേഞ്ച് ചെയ്യുന്നതാണ് ഇവിടുത്തെ ഒരു കേസിൽ. ഇനി അടുത്തത് ബിറ്റ് എക്സ്ട്രാക്ഷൻസ് ആൻഡ് ബിറ്റ് സ്ലൈസിങ്. ഈ ബിറ്റ് എക്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം എക്സ്റേ ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം, നമുക്ക് ഒറ്റ ഒരു ഫോട്ടോ ആയിട്ട് മാത്രമാണോ ഒരു ഇത് കിട്ടുന്നത്? അവിടെ ചെറിയ ചെറിയ കുഞ്ഞു ഫോട്ടോ ഒക്കെ ആയിട്ട് നമുക്ക് കിട്ടുന്ന കണ്ടിട്ടില്ലേ? എക്സ്റേയുടെ ഒക്കെ ടൈപ്പില് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എക്സ്റേ ഒക്കെ എടുക്കുമ്പോൾ ചെയ്തിട്ടുണ്ടോ? നമുക്കൊരു വലിയൊരു ഇമേജ് കാണും, പക്ഷെ അതിന്റെ മുകളിൽ തന്നെ ചെറിയ ചെറിയ കുറെ ഇമേജസ് കൂടെ കണ്ടിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്നാ പറ്റി വിവേകെ? കേൾക്കുന്നില്ലേ? ഇല്ല, കുഴപ്പമില്ല, കേൾക്കാം. റേസ്ഡ് ഹാൻഡ് എന്ന് കണ്ടു. അപ്പൊ അതുകൊണ്ട് ചോദിച്ചത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് അറിയാതെ ചോദിച്ചത്. അപ്പം ബിറ്റ് എക്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു 8 ബിറ്റ് ലെവലിലായിട്ട് നമ്മൾ ഒരു പിക്ചറിനെ കാണുക. അതായത് ഓരോ ബിറ്റിലും ഓരോ ഇതും ഇൻക്രീസ് ചെയ്ത് ഓരോ ഒന്നാമത്തെ ബിറ്റ് ലെവലിൽ ഒരു ഇതായിരിക്കും, രണ്ടാമത്തെ ബിറ്റിൽ. അപ്പൊ അങ്ങനെ നമ്മൾ അതിന്റെ ഗ്രേ ലെവലിന്റെ ഇന്റൻസിറ്റി കൂട്ടുന്ന അനുസരിച്ചാണ് ഇരിക്കുന്നത്. ജനറലി എ ഗ്രേ സ്കെയിൽ ഇമേജ് കൺസിസ്റ്റ് ഓഫ് എ 8 ബിറ്റ് ഓഫ് പിക്സൽ റെപ്രസെന്റേഷൻ. ദിസ് ഫോർ overall appearance of the image there is a contribution by each of 8 bits. For example, p at a coordinate xy contribution from the each bit plane is equal to f of xy. അപ്പൊ നമ്മൾ അറിയുന്നതിനകത്ത് ഒരു 8 ബിറ്റ് വരെ, 8 ബിറ്റ് എന്ന് പറയുമ്പോൾ 0 to 7 വരെ. അപ്പൊ അതെങ്ങനെയായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്? k1 2^7 പ്ലസ് k2 2^6 എക്സെട്ര പ്ലസ് k8 2^0. അപ്പൊ ഈ രീതിയിൽ തന്നെ, അതായത് കെയുടെ വാല്യൂസ് എന്ന് പറഞ്ഞാൽ k1 to 8 are either 0 or images can be assumed to be the composed of 8 1-bit planes. അപ്പം ഇങ്ങനെ ഒരു അത് ഇതുണ്ട്. നമുക്ക് അതിന്റെ ഓരോ പ്ലെയിൻ ആയിട്ട് നാളെ പറഞ്ഞുതരാം. അപ്പം 8 ബിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് തീർന്നു വരുന്നു. തീരാനുള്ള സമയം ഉണ്ടോ? നോക്കാം. ഇവിടെ പറയാവേ, ഒന്ന് തീരുവാനും നല്ലതായിരുന്നു.
കോൺട്രിബ്യൂഷൻ ബൈ ദ ഈച്ച് ഓഫ് ദ 8 ബിറ്റ് ഫോർ എ പിക്സൽ പി അറ്റ് കോർഡിനേറ്റ് എക്സ് വൈ. അപ്പൊ ഞാനിത് പറഞ്ഞു, ഇതിന്റെ വാല്യൂസ് ഇങ്ങനെയായിരിക്കും പോകുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെയോട്ട് വന്നാൽ മതി. ഒരു ഫിഗർ 12 കണ്ടെത്തുക നിങ്ങൾ 8 ബിറ്റ് പ്ലെയിൻസ്. അപ്പൊ ഈ ഒരു 0 to 7 വരെ ഇത് കേട്ടോ, ഫിഫ്ത് പിക്സൽ വാല്യൂസ് 194. ഈ 194 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യാണ്. വിവേകിന് മനസ്സിലായോ? ഏഞ്ചൽ റോസ് പിടികിട്ടിയോ? ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യുക. 194 ഒരു പിക്സൽ വാല്യൂസ് 194 ആണ്. 194നെ എങ്ങനെയായിരിക്കും ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്? അറിയാവല്ലോ വിവേക്, ഏഞ്ചൽ, അറിയാവോ ബൈനറി കൺവേർഷൻ? 194 ഡിവൈഡഡ് ബൈ 2 അങ്ങനെ ഇട്ട് നമ്മൾ അതിനെ ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യല്ലേ വിവേകേ? ഏഞ്ചലെ 194ന്റെ ബൈനറി വാല്യൂസ് ഒന്ന് പറയാവോ? ഇത് നിങ്ങൾ രണ്ടുപിടി ഇല്ലേ? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, 6ന്റെ ബൈനറി വാല്യൂസ് ഒന്ന് പറയാമോ? 6 ഡിവൈഡഡ് ബൈ 2 അപ്പൊ എന്തായിരിക്കും? 3 into 2 6. അപ്പൊ നമ്മൾ 3 into 2 6 എന്ന് പറയുമ്പോൾ അവിടെ എന്തെങ്കിലും ബാലൻസ് ഉണ്ടോ? ഇല്ല. അവിടെ നമ്മൾ എന്ത് വെക്കും? 0. സൈഡിൽ ഒരു 0 ഇട്ട് വെച്ചു. അടുത്ത 3നെ നമ്മൾ 2 കൊണ്ട് നോക്കി. 1 into 2 അവിടെ ഒരു ബാലൻസ് ഉണ്ട് 1. അപ്പം 1 into 2 3ക്കകത്ത് വരുമ്പോഴത്തേക്കും 1 into 2 വരത്തുള്ളൂ. അവിടെ ഒരു ബാലൻസ് ഉണ്ട്. അപ്പം ഒരു 6ന്റെ എന്തായിരിക്കും ബൈനറി വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തായിരിക്കും പറയുന്നത്? എന്നിട്ട് നമ്മൾ താഴേന്ന് മുകളിലോട്ട് എടുക്കുന്നത് 110. അപ്പൊ അതാണ് 6ന്റെ ബൈനറി വാല്യൂസ്. അപ്പൊ അങ്ങനെ നമ്മൾ ഓരോന്നിന്റെയും ബൈനറി വാല്യൂസ് കണ്ടുപിടിക്കും. വിവേക ബൈനറി വാല്യൂസ് കണ്ടുപിടിക്കുന്നത് മനസ്സിലായോ? ഏഞ്ചലെ രണ്ടുപേരും ഇല്ലേ ഇവിടെ? ഇത് MSV പ്ലെയിന്, LSP പ്ലെയിൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 255 അതിനെ നമ്മൾ 255നെ 5 കൊണ്ട് നോക്കുന്നു. അതിനെ എത്ര ഡിവൈഡ് ചെയ്യാൻ പറ്റും? 255നെ എന്തെങ്കിലും അതിന്റെ ബാലൻസ് ഉണ്ടോ എന്നുള്ള നോക്കി. അപ്പം അതിന്റെ വാല്യൂസ് കിട്ടുന്ന 255ന്റെ ബൈനറി വാല്യൂസ് നിങ്ങൾ അറിയത്തില്ലെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. യൂട്യൂബിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് കിട്ടും. ഞാനത് ഒന്ന് പറഞ്ഞു തന്നു. 6ന്റെ ബൈനറി വാല്യൂസ്, 6നെ എങ്ങനെയാണ് നമ്മൾ ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഓർമ്മത്തിനെ കാണിച്ചു തന്നു. അതുപോലെ തന്നെ ഇനിയിപ്പൊ 5ന്റെ ആണെങ്കിൽ ബൈനറി വാല്യൂസ് എന്തായിരിക്കും? 2 into 2 അപ്പം 1. അടുത്തത് 2 വന്നിട്ടുണ്ട് 2. അപ്പൊ 2 1 അപ്പൊ 1 ഇതിലേക്കായിരിക്കും വരുന്നത്. 5ന്റെ വരുവാണെങ്കിൽ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 1 5s are 5 0. അപ്പം 5ന്റെ ബൈനറി വാല്യൂസ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ 2 വെച്ചാണെങ്കിൽ എടുക്കുന്നെങ്കിൽ 2 into 2 4 1. അടുത്തത് 2 വരുന്നു. 1 into 1 0. അപ്പം 5ന്റെ ബൈനറി വാല്യൂസ് എന്ന് പറഞ്ഞാൽ 1 0 1. അപ്പം 1 0 1. ഈ 8421 വെച്ച് ചെയ്യാലോ നമുക്ക്? 8421 ഇല്ലേ ബൈനറി വാല്യൂസ് കണ്ടുപിടിക്കാൻ? അത് 8421 വെച്ചിട്ട് ഇപ്പൊ 8421 അല്ലേ? അപ്പം 8421 എന്ന് പറയുമ്പോ 4ന്റെ അവിടെ 1 എഴുതി, 2ന്റെ അവിടെ 0 എഴുതി, 1ന്റെ അവിടെ 1 ഇട്ട് കഴിഞ്ഞാൽ 5 ആവില്ലേ? 5 ആകും. അപ്പം ആ രീതിയിൽ നമ്മൾ ബൈനറി കൺവേർഷൻ ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ 6ന്റെ ആണെങ്കിൽ ഒന്ന് പറഞ്ഞേ. 6ന്റെ വാല്യൂസ് ഒന്ന് പറഞ്ഞേ. ബൈനറി വാല്യൂസ് എത്രയായിരിക്കും 6ന്റെ? 110. പറഞ്ഞോ കറക്റ്റ്. 110 കറക്റ്റ് ആണ്. അപ്പൊ അതുപോലെ നിങ്ങൾ എന്തായിരിക്കണം? 255നെ നമ്മൾ ബൈനറി വാല്യൂസ് ആയിട്ട് ഇതായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. 136നെ നമ്മൾ ബൈനറി വാല്യൂസ് ആയിട്ട്, അതായത് ഇവിടെ കണ്ടോ എന്തായിരിക്കും ചെയ്യേണ്ടത്? നമുക്കൊരു 8 ബിറ്റ് ഉണ്ട്. 8 ബിറ്റിന് നമുക്കിവിടെ 8 ബിറ്റ് ആണ് നമ്മുടെ 8 ലെവൽസ്. 8
ലെവൽസ് ആണ് നമ്മുടെ 8-bit വാല്യൂസിനകത്ത് ഉള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ബൈനറി വാല്യൂസ് തന്നിട്ടുണ്ട്. ഇതിന്റെ റെപ്രസെന്റ് ഓൾ ദ ഗ്രേഡ് ലെവൽ വാല്യൂസ് ഇൻ എ ബൈനറി ഫോർമാറ്റ്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ഇതിനെ എല്ലാത്തിനെയും ബൈനറി ഫോർമാറ്റിലേക്ക് മാറ്റും. അപ്പൊ നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഏതായിരിക്കും, ഇതിനെ ഒരു 3x3 ഒരു ലെവൽ ആയിരിക്കും തന്നിരിക്കുന്നത് കൊണ്ട് മോസ്റ്റ് സിഗ്നിഫിക്കന്റ് പ്ലെയിൻ MSB സെൽ ഓഫ് ദ ഓൾ ദ ഗ്രേഡ് ലെവൽ വാല്യൂസ് LSB പ്ലെയിൻ കൺസിസ്റ്റ് ഓഫ് എ ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ്. അപ്പൊ ഇതിനകത്ത് മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് എന്ന് പറയുമ്പോൾ MSB പ്ലെയിന്, LSB എന്ന് പറയുമ്പോൾ എവിടെയായിരിക്കും MSB പ്ലെയിന് എന്തായിരിക്കും, MSB പ്ലെയിൻ ആണെങ്കിൽ എന്തായിരിക്കും നമ്മൾ എടുക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മോസ്റ്റ് സിഗ്നിഫിക്കന്റ് അതായത് 8 ലെവൽ റെപ്രസെന്റ് ചെയ്യുന്നു. നമ്മൾ അതിന് MSB പ്ലെയിൻ എന്തായിരിക്കും, MSB പ്ലെയിൻ എന്ന് പറയുമ്പോഴത്തേക്കും മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ്. അപ്പൊ നമ്മൾ എന്തായിരിക്കും എടുക്കുന്നത്, 1 1 0 0 0 1. ക്ലിയർ ആയോ? 1 0 0. അതിനെ നമ്മൾ 3x3 എന്നുള്ള മെട്രിക്സ്, അതായത് ലാസ്റ്റ് കോളത്തിൽ വരുന്നതിനെ നമ്മൾ 3x3 എന്നുള്ള മെട്രിക്സ് ഫോർമാറ്റിലേക്ക് എഴുതുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആയോ വിവേകിന്? വിവേക്, ഏഞ്ചലെ മനസ്സിലായോ? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റും കാണുക. മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ ലാസ്റ്റത്തെ കോള്, ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് കോളത്തിലെ വാല്യൂസ് നമ്മൾ അതിനെ 8 ബിറ്റിലേക്ക് നമ്മൾ എഴുതുവാണ് ചെയ്യുന്നത്. അതായത് ഓരോ 255 138 നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. അപ്പൊ അതിനെ ഒരു ഗ്രേ ലെവൽ റെപ്രസെന്റേഷൻസ് ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അത് അതിന്റെ ബിറ്റ് പ്ലെയിൻ സ്ലൈസിങ്സിന്റെ ഇതിൽ കേസ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെയായിരിക്കും ഓരോ ഫേസ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ആദ്യത്തെ ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ഫേസ്, സെക്കൻഡ് പ്ലെയിന്, തേർഡ് പ്ലെയിന്, ഫോർത്ത് പ്ലെയിന്, ഫിഫ്ത്ത് പ്ലെയിന്, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 1 2 3 അങ്ങനത്തെ 8th പ്ലെയിൻ ആയിട്ട് നമ്മൾ ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നു. അതിന്റെ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് പ്ലെയിൻ എന്ന് പറയുന്നത് നമ്മൾ ലാസ്റ്റത്തെ കോളംസിനെ എടുത്തിട്ട് നമ്മൾ അതിനെ 3x3 എന്നുള്ള രീതിയിലേക്ക് എഴുതുന്നു. ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് എന്ന് പറയുമ്പോൾ അടുത്തതിനെ എഴുതുന്നു. അപ്പൊ അതുപോലെ തന്നെ നമ്മളോട് അടുത്തത് കൺവേർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങൾ അതിന്റെ ഓരോ പ്ലെയിനും, അതായത് നിങ്ങളെ 8th പ്ലെയിൻ എന്താണ്, 7th പ്ലെയിൻ ആണ്, 6th പ്ലെയിൻ എന്താണ്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 4x3 ആയിരിക്കും. 1 2 3 4 4x4 മെട്രിക്സ് എന്നുള്ള രീതി വരുമ്പോഴത്തേനുമാണ് ഇതുകൊണ്ട് 4x4. അപ്പൊ നമ്മൾ ആ ചെയ്തിരിക്കുന്ന സംഭവത്തിനെ നമ്മൾ 4x4 എന്നുള്ള രീതിയിലേക്ക് നമ്മൾ അതിനെ എടുത്ത് ചെയ്യുവാണ് ചെയ്യുന്നത്. നാളെ ഞാൻ ഇത് ഒന്നുകൂടെ പറഞ്ഞു തരാം. ഓക്കെ, അപ്പം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം. നാളെ ഞാൻ ഇത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തിട്ട് ഞാൻ പോകത്തുള്ളൂ, കാരണം അത് എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു സംഭവമാണ്. ഓക്കെ.